പ്രാർത്ഥിക്കാം. വൻ കൃപകളാൽ സ്വർഗം നിറയ്ക്കുന്നല്ലോ, വലിയ കാര്യങ്ങളാൽ കർത്താവ് നമ്മളെ നിറയ്ക്കുന്നല്ലോ. എല്ലാ ദിവസത്തെ പോലെ നമുക്ക് ഇന്നും ദൈവസന്നിധിയിലേറ്റ് പറയാം. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിന്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അവകാശമില്ല. ഞാൻ ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിനെ സ്തുതിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം വരെ എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ വലിയ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. വൻ കൃപകളാൽ സ്വർഗം നിറയ്ക്കുന്നല്ലോ, വലിയ മഹത്വത്തോടെ ദൈവം നമ്മളെ നടത്തുന്നല്ലോ. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. കർത്താവ് നമുക്ക് വേണ്ടി വലിയ പ്രവൃത്തികളെ ചെയ്യുക തന്നെ ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് വിശ്വാസത്തിൽ ബലപ്പെടാം, കർത്താവിന്റെ വചനം കേട്ട് ശക്തിപ്പെടാം. കർത്താവിന്റെ നാമത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. തുടർമാനമായി നമ്മൾ കർത്താവിന്റെ വചനം കേട്ടു വരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു എങ്ങനെ പ്രാർത്ഥിക്കണം, എപ്പോൾ പ്രാർത്ഥിക്കണം, കർത്താവിന്റെ തിരുസന്നിധിയിൽ എന്താണ് അവകാശം എന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ കേട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തുടങ്ങിയൊരു വചന ചിന്തയൊന്ന് ഉണ്ട്. അത് എവിടുന്നാ തുടങ്ങിയത്, ഏത് വാക്യത്തിൽ നിന്ന് തുടങ്ങിയെന്നുള്ളത് ആർക്കെങ്കിലും ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ? ഏത് വാക്യമാണെന്ന് ഓർക്കുന്നുണ്ടോ? ആമേൻ, ആമേൻ. കർത്താവിന്റെ വചനം നിങ്ങൾ ഓർക്കുന്നുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ ഈ ദിവസങ്ങളിൽ പുതിയ നിയമവിശ്വാസിയുടെ പ്രാർത്ഥന എന്താണെന്നുള്ളത് നമ്മൾ കേട്ടു. നമ്മൾ ഏത് ഒരു ചോദ്യത്തിൽ നിന്നാണ് തുടങ്ങിയത്? അത് കുറെ കാലമായിട്ട് അനേകരുടെ ചോദ്യമായിരുന്നു. നിങ്ങളുടെ സംശയമാണ്, ഏത് ചോദ്യമായിരുന്നു ഓർമ്മയുണ്ടോ? ആമേൻ. നമ്മൾ കണ്ണുനീരോടെയാണോ പ്രാർത്ഥിക്കണം? അപ്പം ചില ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചത്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, പുതിയ നിയമത്തിൽ കരഞ്ഞു പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ഒന്നും നേടാനില്ല എന്ന് പറഞ്ഞപ്പോൾ കുറെ ആൾക്കാർ പുതിയ നിയമത്തിൽ മാർത്ത കരഞ്ഞതും കർത്താവിൻ്റെ ശിഷ്യന്മാര് നിലവിളിച്ചതുമായിട്ടുള്ള കുറേ വാക്യങ്ങൾ എനിക്ക് അയച്ചു തന്നു. ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഇവിടെ കേട്ട വചന പഠനം എന്നാന്ന് മനസ്സിലാക്കണം. കരഞ്ഞു പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ എന്നൊരു ക്വസ്റ്റ്യനാണ്. കരഞ്ഞു പ്രാർത്ഥിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആരാണ് കരഞ്ഞു പ്രാർത്ഥിക്കേണ്ടത്, ആരാണ് അവകാശത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ള വ്യത്യാസമാണ്. അപ്പൊ കുറെ ആൾക്കാർ, എനിക്ക് തോന്നുന്നു നിങ്ങൾ എവിടെ മുതലാണ് കേൾക്കുന്നത് എനിക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ മുതലാണ് നിങ്ങളുടെ മെസ്സേജിനെ പിശാച് കട്ട് ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല. ശ്രദ്ധിക്കുക, കരഞ്ഞു പ്രാർത്ഥിക്കാനല്ല യേശു നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിലവിളിച്ചാലും ദൈവം കേൾക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിലവിളിക്കേണ്ടവരല്ല നമ്മൾ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മക്കളെങ്കിലും അവകാശികളാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ആഹാരം കൊടുക്കുന്നത്, രാവിലെ അവർ എത്ര നേരം കരയുന്നു, ഉച്ചയ്ക്ക് എത്ര നേരം കരയുന്നു, വൈകിട്ട് എത്ര നേരം കരയുന്നു, ഇത് അളവ് നോക്കിയിട്ടാണോ നിങ്ങൾക്ക് അവർക്ക് ആഹാരവും വസ്ത്രവും കൊടുക്കുന്നത്? അല്ല. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 4 പറഞ്ഞ്, നിങ്ങൾ ദാസനല്ല പുത്രൻ അത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശി അത്രേ. അപ്പൊ ചിലർ പറയും, അപ്പൊ കരയുന്ന കുഞ്ഞിനല്ലേ ബ്രദറെ പാലുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. ശ്രദ്ധിക്കുക, നിങ്ങളിപ്പോൾ കരയുന്ന കുഞ്ഞല്ല, നിങ്ങൾ കർത്താവിൽ വളരുന്ന പിള്ളേരാണ്. വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ചു വളരുന്നവരാണ്. വളരും തോറും പിന്നെ നിങ്ങൾ ശിശുവിൽ നിന്നും, ബൈബിളിൽ വാക്യം നമ്മൾ കേട്ടു, ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ പ്രവർത്തിച്ചു, ഇപ്പോൾ ഞാനോ പുരുഷനായി മാറിയിരിക്കുന്നു. അപ്പൊ ഇവിടെ എത്തിയിരിക്കുന്നു, നിങ്ങൾ മെച്യൂരിറ്റിയിലേക്ക് വന്നിരിക്കുന്നു. അതാണ് വചനം കേൾക്കണം. ആമേൻ. നമുക്ക് പിന്നെയും പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. അപ്പൊ ശ്രദ്ധിച്ച് കേട്ടിട്ട് നിങ്ങൾ കളിയാക്കാനും വിമർശിക്കാനും വരുന്നവർ ശ്രദ്ധിക്കുക. എൻ്റെ വാട്സാപ്പിലേക്ക് നിങ്ങൾ അയക്കുമ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക. വചനം കേൾക്കണേ, അർത്ഥം മനസ്സിലാക്കണേ, രക്ഷപ്പെടാൻ വേണ്ടിയാണ് പറയുന്നത്. അല്ലാതെ ഞാൻ ഡിബേറ്റുകളിൽ മൈൻഡ് ചെയ്യത്തുമില്ല, എനിക്ക് ഡിബേറ്റ് താല്പര്യമില്ല, തർക്കിക്കുവാൻ വചനം വെച്ച് ഞാൻ പോകാറുമില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ വചനം കേൾക്കുക. ആമേൻ.
അപ്പൊ പ്രാർത്ഥിക്കാം, വിശ്വസിക്കാം, മുന്നോട്ട് പോകാം. നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന വചനം പുതിയ നിയമ വിശ്വാസിയുടെ പ്രാർത്ഥനയെ പറ്റിയാണ് കേൾക്കുവാൻ വേണ്ടി പോകുന്നത്. പുതിയ നിയമ വിശ്വാസിയുടെ പ്രാർത്ഥന. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ പുതിയ നിയമത്തിൽ നിർബന്ധമായും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. പുതിയ നിയമം എന്ന് എടുത്തു പറയാൻ കാര്യം ബൈബിളിൽ യേശു പറയുന്നുണ്ട്, ഇതെന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. അക്ഷരത്തിന്റെ ശുശ്രൂഷയല്ല, ഇത് ആത്മാവിന്റെ ശുശ്രൂഷയത്രേ. റോമാലേഖനം 3:28 പറയുന്നത് കർമ്മമാർഗമല്ല, വിശ്വാസമാർഗം അത്രേ. അങ്ങനെ പലയിടങ്ങളിൽ പുതിയ നിയമ വിശ്വാസത്തെ വളരെ രീതിയിൽ തന്നെ പറഞ്ഞു. ഇത് ബൈബിളൊരു വാക്യമുണ്ട്, പഴയ ഉടമ്പടിയല്ല പുതിയ ഉടമ്പടി, പഴയത് നീങ്ങിപ്പോയി, ഇതാ പുതിയത് സ്ഥാപിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലയിടങ്ങളിൽ കാണാൻ പറ്റും. അപ്പം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു വ്യത്യാസമുണ്ട്. ഇനി നിർബന്ധമായും ചെയ്യേണ്ട പ്രാർത്ഥനകളിലേക്ക് നമ്മൾ പോവുകയാണെ. എന്ന് കേട്ടോണം. ഇത് ലൈവിലെ കാണുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ പ്രയറിന്റെ ലിങ്ക് ഉണ്ട്. സൂമിൽ ലൈവായിട്ട് ഈ പ്രാർത്ഥന അനുഭവിക്കുവാൻ സൂമിൽ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം. ഇനി അതിനുശേഷമാണ് നിങ്ങൾ കാണുന്നവരെങ്കിൽ ഇന്ത്യൻ സമയം 9 മണിക്ക് എല്ലാ ദിവസവും നമ്മുടെ പ്രാർത്ഥന നടക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. അപ്പം ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം എടുക്കാം. അതിനായിട്ട് നമുക്ക് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 14 അധ്യായത്തിന്റെ 15 വാക്യമാണ് അവിടെ കാണാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ ഇങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നോക്കിക്കേ, 14 അധ്യായത്തിന്റെ 15 വാക്യമാണ്. ആകയാൽ ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ടും പാടും, ബുദ്ധി കൊണ്ടും പാടും. 2 തരം പ്രാർത്ഥനയാണ് അപ്പോസ്തലനായ പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്. ആകയാൽ ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ഇവിടെ ആത്മാവ് കൊണ്ടുള്ള പ്രാർത്ഥനയാണ് തൊട്ട് മുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, അതിന്റെ 14 അധ്യായം നോക്കിക്കേ, ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ബുദ്ധിയോ അഫലമായി തീരും. ഇവിടെ 2ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞാൽ പ്രേ വിത്ത് മൈ സ്പിരിറ്റ്, ഐ പ്രേ വിത്ത് മൈ അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ എൻ്റെ അറിവിൻ്റെ അകത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കും. അതാണ് പൗലോസ്ലീഹ പറഞ്ഞേക്കുന്നത്. ഇവിടെ ബുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ വായിൽ വരുന്ന എല്ലാ വാക്കും ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നതല്ല. ഇപ്പൊ ചിലർ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ചുമ്മാ പ്രാർത്ഥിക്കും, എപ്പോഴും ചുമ്മാ കർത്താവേ അതാണ് ഇതാണ് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. ശ്രദ്ധിക്കുക, ബുദ്ധിയിൽ വരുന്ന വാക്കുകൾ വെച്ചല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. പൗലോസ്ലീഹ പറഞ്ഞ ബുദ്ധിയിലെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നന്നായിട്ട് സ്പഷ്ടമായി വാക്കുകളൊക്കെ ചടുലമായി സംസാരിക്കുന്ന കാര്യത്തെപ്പറ്റി അല്ല ഇവിടെ പറഞ്ഞത്. ഐ പ്രേ വിത്ത് അണ്ടർസ്റ്റാൻഡ്. അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നാളത് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു, എന്നെ ഓർമ്മയുണ്ട്. എന്താണ് ഈ അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ? ഒന്ന് പറയാവോ? അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആമേൻ. അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. നമ്മൾ വരത്തില്ല. നിങ്ങൾ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് വേണം സംസാരിക്കാൻ. പൗലോസ്ലീഹ പറഞ്ഞത് പ്രേ വിത്ത് മൈ അണ്ടർസ്റ്റാൻഡ്. എൻ്റെ അറിവിൻ്റെ അകത്ത് എനിക്കൊരു അറിവുണ്ട്, ഞാൻ ക്രിസ്തുവിൽ ആരാണ്. നോക്കിക്കോണം, പൗലോസ്ലീഹയുടെ ലേഖനം നമ്മൾ ഗലാത്യ ലേഖനത്തിൽ തനിക്കൊരു അറിവ് ദൈവാത്മാവ് കൊടുത്തു. ഇനി നീ ദാസനല്ല പുത്രനത്രേ. ഇപ്പൊ പുത്രനെ പോലെയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്. ഭിക്ഷക്കാരനെ പോലെ അല്ല ഞാൻ പ്രാർത്ഥിക്കേണ്ടത്, യാചകനെ പോലെ അല്ല ഞാൻ പ്രാർത്ഥിക്കേണ്ടത്, അവകാശിയെ പോലെ. അപ്പൊ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന വാക്തത്വങ്ങളായ അവകാശങ്ങൾ എനിക്കുള്ളതാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ഐ പ്രേ വിത്ത് അണ്ടർസ്റ്റാൻഡ്. നോക്കിക്കേ, നിങ്ങൾക്കറിയാവോ, ഒരു കാലഘട്ടത്തിൽ ഇസ്രായേലുമായിട്ട് മാത്രമാണ് ദൈവത്തിന് ഉടമ്പടി ഉണ്ടായിരുന്നുള്ളൂ. ദൈവം ഇസ്രായേലുമായിട്ട് വാക്തത്വ ഉടമ്പടികൾ ചെയ്തു. അവർക്ക് ദൈവം വാക്തത്വങ്ങൾ കൊടുത്തു. അതാണ് നമ്മൾ കാണുന്ന ആവർത്തന പുസ്തകം 28-ലും സംഖ്യാപുസ്തകത്തിലും ഒക്കെ കാണാൻ പറ്റുന്നത് പ്രോമിസുകളാണ്, വാക്തത്വങ്ങളാണ്. ഇത് കൊടുത്തിട്ട് തമ്പുരാനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് മുഴുവൻ നിങ്ങൾക്കുള്ളതാണ്, ഇത് മുഴുവൻ നിങ്ങൾക്കുള്ളതാണ്. പക്ഷെ ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ തന്നിരിക്കുന്ന 1200 ഉപകൽപ്പനകൾ വേറെയുണ്ട്. ഇതെല്ലാം ചേർത്ത് നിങ്ങളിത് മുഴുവൻ അനുസരിച്ചാൽ ഈ അനുഗ്രഹം മുഴുവൻ നിങ്ങളുടെ മേൽ വരും എന്ന് പറഞ്ഞു. ആമേൻ. ഇപ്പം ഇത് ചെയ്യുന്നവൻ മുഴുവൻ അനുഗ്രഹം, എൻ്റെ അത് ഭാഗികമായ അനുഗ്രഹങ്ങളുണ്ട്, അവരുടെ ബ്ലെസ്സിങ്ങൾ, മെറ്റീരിയൽ ബ്ലെസ്സിങ്ങുകളുണ്ട്. പക്ഷെ ഇത് മുഴുവൻ അനുഗ്രഹം കിട്ടണമെങ്കിൽ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കണം. മുഴുവൻ കിട്ടണമെങ്കിൽ പകുതി അവർക്ക് ലഭിച്ചു, ഒത്തിരി പ്രോമിസുകൾ അവർ പ്രാപിച്ചു. എന്നാൽ മുഴുവൻ ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചവരാണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് പ്രോമിസുകളായി, വാക്തത്വങ്ങളായി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിരന്ന് കിടക്കുക.
അപ്പൊ പൗലോസ്ലീഹ പറയുന്ന പ്രാർത്ഥന, ഞാനത് വേഗത്തിൽ, ആത്മാവിന്റെ പ്രാർത്ഥനയും ബുദ്ധിയുടെ പ്രാർത്ഥനയും. അപ്പൊ പുതിയ നിയമ വിശ്വാസി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എഫക്റ്റീവായ ഒരു മറുപടി കിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു തരാം. ഇവിടെ നിങ്ങൾ നോക്കുക, ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആത്മാവ് കൊണ്ടുള്ള പ്രാർത്ഥനയെ പൗലോസ് പറയുകയാണ്, ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കും. എൻ്റെ കൂടെ പറഞ്ഞിട്ട് ആത്മാവിന്റെ പ്രാർത്ഥന അന്യഭാഷയിലെ പ്രാർത്ഥനയാന്ന് പറ. ആത്മാവിന്റെ പ്രാർത്ഥന നിങ്ങളുടെ ആത്മാവിന് മലയാളത്തിലെ പ്രാർത്ഥനയുടെ ആവശ്യമില്ല, നിങ്ങളുടെ ആത്മാവിന് ഇംഗ്ലീഷിലെ പ്രാർത്ഥനയുടെ ആവശ്യമില്ല, നിങ്ങളുടെ ആത്മാവിന് അറബിയുടെ പ്രാർത്ഥന, അറബിയിലുള്ള പ്രാർത്ഥന ആവശ്യമില്ല. നിങ്ങളുടെ ആത്മാവിന് വേണ്ടത് അന്യഭാഷയിലെ പ്രാർത്ഥനയാണ്. ആമേൻ. അപ്പൊ നോക്കിക്കേ, പൗലോസ്ലീഹ പറഞ്ഞു, ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. അപ്പൊ എൻ്റെ ആത്മാവ് കൊണ്ട് ഞാൻ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു എങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമ്മുടെ ആത്മാവ് പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മുടെ 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 ചിന്തയ്ക്കകത്തും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ അകത്തു നിന്നുകൊണ്ട് എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? അറിവിന്റെ അകത്തു നിന്നുകൊണ്ട്. അറിവിൻ്റെ അകത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാര്യം എനിക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം നിങ്ങൾക്ക് വന്നിരിക്കുന്നു. ആർക്കാണ് യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നത്? ആ വചനം യെശയ്യാവ് 53 പ്രകാരം എന്നാ പറഞ്ഞേക്കുന്നത്? യേശുക്രിസ്തുവിൻ 53:5 എന്നാ പറഞ്ഞേക്കുന്നത്? യേശുവിന്റെ അടിപ്പിണരാൽ ആർക്ക് സൗഖ്യം വന്നിരിക്കുന്നു? വിശ്വസിക്കുന്നവർക്ക്. അപ്പൊ വിശ്വസിക്കുന്നവർക്ക് യേശുക്രിസ്തു എനിക്ക് വേണ്ടി രോഗത്തെ വഹിച്ചുവെന്നും കർത്താവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്നും ആരാണോ വിശ്വസിക്കുന്നത് അവർക്ക് അത് സ്വന്തമാണ്. സൗഖ്യം നിങ്ങളുടെ അവകാശമാണ്, വിശ്വസിക്കുന്നവർക്ക് അവകാശമാണ്. അപ്പൊ ഐ പ്രേ വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ സൗഖ്യമാക്കണമേ എന്നല്ല, സൗഖ്യം എൻ്റെ അവകാശമാണ്. മനസ്സിലായോ? സൗഖ്യം എൻ്റെ അവകാശമാണ്. അതാണ് എൻ്റെ അറിവ് നിങ്ങളുടെ അകത്തോട്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ശിശുപാലകന്റെ അടുക്കൽ പോയാൽ പഠിപ്പിച്ചിരിക്കുന്നതെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആരെയും വിമർശിക്കാനോ തെറ്റിദ്ധരിക്കാനോ ആരെയും യുദ്ധം ചെയ്യാൻ വേണ്ടിയല്ല. പലരും പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു ചിന്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രോഗം വരുമ്പോൾ കർത്താവേ എന്നെ സൗഖ്യമാക്കണമേ. എവിടെ നിന്ന് ഇത് കിട്ടിയെന്ന് അറിയാവോ? ഇത് കിട്ടിയത് പഴയ നിയമത്തിൽ നിന്നാണ്. യെസ്കിയാവ് പ്രാർത്ഥിച്ചു, കർത്താവേ എന്നോട് കരുണ തോന്നണപ്പോ എന്നെ സൗഖ്യമാക്കണമേ എന്ന് യെസ്കിയാവിന്റെ പ്രാർത്ഥനയുണ്ട്. അങ്ങനെ പലയിടങ്ങളിൽ രോഗത്താൽ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഒരു പ്രസംഗകൻ ബൈബിൾ തുറക്കുമ്പോൾ ആ പ്രസംഗകൻ നോക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സങ്കീർത്തനക്കാരൻ എഴുതി വെച്ചിരിക്കുന്നത്, യഹോവേ എന്നെ സൗഖ്യമാക്കണമേ, എന്നോട് കരുണ തോന്നണമേ. അപ്പൊ ഇത് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് രോഗത്താൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക. ഉടനെ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ അകത്തോട്ട് ഇത് കയറും. ആ ദേവദാസൻ പ്രസംഗിച്ചല്ലോ, ആ ബ്രദർ ഇങ്ങനെയാ പ്രസംഗിച്ചത്. ഇത് നോക്കിക്കേ, ഹിസ്കിയാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ രോഗാവസ്ഥയിലിരിക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു, കർത്താവേ എന്നോട് കരുണ തോന്നണമേ, എന്നെ രക്ഷിക്കണമേ, എന്നെ വിടുവിക്കണമേ, ഞാൻ മരിക്കത്തക്കവണ്ണം രോഗം പിടിച്ചിരിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, നിന്റെ രോഗം മാറത്തില്ല, കർത്താവേ എന്നെ സൗഖ്യമാക്കണമേ. അപ്പൊ ഇത് കേട്ടുകൊണ്ട് നിങ്ങളുടെ മനസ്സിലോട്ട് ഇത് കയറി. നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥി, കർത്താവേ എന്നെ സൗഖ്യമാക്കണമേ, സൗഖ്യമാക്കണമേ. ഇത് പുതിയ നിയമത്തിന്റെ പ്രാർത്ഥനയല്ല. പുതിയ നിയമത്തിന്റെ പ്രാർത്ഥന എന്താ ഒന്ന് പറ. പുതിയ നിയമത്തിലെ രോഗസൗഖ്യത്തിന്റെ പ്രാർത്ഥന എന്തുവാ ഒന്ന് പറഞ്ഞു തരാവോ? കണ്ടോ? അപ്പൊ വ്യത്യാസം മനസ്സിലായോ? നിങ്ങൾ കേട്ട പ്രസംഗത്തിന്റെ കുഴപ്പമാണിത്. നിങ്ങൾ കേട്ടത് പഴയ നിയമത്തിലെ പ്രസംഗമാണ് കേട്ടതെങ്കിൽ നിങ്ങളുടെ മനസ്സിലോട്ട് കയറുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്തിരിക്കുന്ന അണ്ടർസ്റ്റാൻഡ്, അറിവ്. ഹിസ്കിയാവിനെ സൗഖ്യമാക്കിയതുപോലെ കർത്താവെ എന്നെയും അങ്ങ് സൗഖ്യമാക്കണമേ. കണ്ടോ? ആ പ്രസംഗം കേട്ട് ബലപ്പെട്ട് നിൽക്കുന്ന വ്യക്തി പ്രാർത്ഥിക്കുന്ന മുഴുവൻ അങ്ങനെയാ. ആ പ്രാർത്ഥന കുഴപ്പം എന്നാന്നറിയാവോ? പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പ്രാർത്ഥന ദാസന്റെ പ്രാർത്ഥനയാ. ഈ ദാസന്റെ പ്രാർത്ഥനയുടെ കുഴപ്പം എന്നാ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ, എന്താ ദാസന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത? എന്ത് കിട്ടണം? ഓർമ്മ വരാൻ വേണ്ടി കണ്ടോ? അതാണ്, എനിക്ക് കരുണ തോന്നേണ്ടവനോട് കരുണ തോന്നും, കനിവ് തോന്നേണ്ടവനോട് കനിവ് തോന്നും. ഇതാണ് ദാസന്റെ പ്രാർത്ഥന. അപ്പൊ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മനസ്സിൽ മൊത്തം സൗഖ്യമായാൽ മതിയായിരുന്നു, കരുണ കിട്ടിയാൽ മതിയായിരുന്നു. എന്നാൽ നേരെ പുതിയ നിയമ വിശ്വാസികളുടെ പ്രത്യേകത, അവിടെ നിങ്ങൾ നോക്കുമ്പോൾ കാണുന്നത് 3 ആണിമേൽ തറയ്ക്കപ്പെട്ട് മുറിവേറ്റിരിക്കുന്ന യേശുവിന്റെ തിരുരൂപമാണ്.
ഇതിലോട്ട് നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും സർവ്വതും സെറ്റിലായിരിക്കുന്നു. എൻ്റെ രോഗത്തിന് വേണ്ടി യേശു മുറിവേറ്റിരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുന്നു, പത്രോസ്ലീഹ വിളിച്ചു പറയുന്നു, സാക്ഷാൽ അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. കണ്ടോ? അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് പുതിയൊരു അറിവ് കയറി. ഹിസ്കിയാവിനെ പോലെ ഞാൻ നിലവിളിക്കണ്ട, പകരം പത്രോസ്ലീഹായെ പോലെ ക്രൂശിലേക്ക് നോക്കി എൻ്റെ സൗഖ്യം വന്നിരിക്കുന്നു പ്രഖ്യാപിക്കുന്നതാണ് പുതിയ നിയമത്തിലെ പ്രാർത്ഥന. ഇനി ഈ പുതിയ നിയമത്തിൽ ഈ പ്രേ വിത്ത് അണ്ടർസ്റ്റാൻഡ് എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നം എന്നാന്ന് വെച്ചാൽ ബുദ്ധിയിലുള്ള പ്രാർത്ഥന. അങ്ങനെ ഞാൻ വ്യാഖ്യാനിക്കുവാണെങ്കിൽ ബുദ്ധിയല്ല, ശരിക്കും പറഞ്ഞാൽ ബുദ്ധി എന്നുള്ള വാക്കാണ് നല്ലത്. എന്നാൽ പോലും യഥാർത്ഥത്തിൽ ആ വാക്കെന്ന് പറയുമ്പോൾ, ബുദ്ധി എന്ന് പറയുമ്പോൾ അനാവശ്യമായിട്ടുള്ള എല്ലാം കയറി വരും. അണ്ടർസ്റ്റാൻഡ് രണ്ടും ഒരേ അർത്ഥമെങ്കിലും കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു വാക്ക്, കുറച്ചും കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്ക് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളത്, അല്ലേ? നമുക്ക് ആ അറിവിൻ്റെ അകത്തു നിന്നുകൊണ്ട് ശ്രദ്ധിച്ച്. ഇതിനൊരു പ്രശ്നം, നിങ്ങളിപ്പോൾ ഇത് പ്രാർത്ഥിക്കുമ്പം അറിവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. നിങ്ങൾ ജഡത്തിലിരുന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതായത് നിങ്ങളുടെ മാനസികമായ ചിന്താഭാരം, ദേഹം, ദേഹി, ആത്മാവിൻ്റെ അകത്തിരുന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം നമുക്കൊന്ന് വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജഡസ്വഭാവം ഉള്ളവർ ജഡത്തിലുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിലുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനമാകുന്നു. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിൻ്റെ വചനം അഥവാ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ഈ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ നമുക്ക് നല്ല ഉറക്കം വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ല ഉറക്കം വരും. പക്ഷേ ആ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഏതെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിലോ ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആർക്കെങ്കിലും ഉറക്കം വരാറുണ്ടോ? ടി വി കാണുമ്പോൾ ഉറക്കം വരാറുണ്ടോ? ഒന്ന് പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. ഇല്ല, നിങ്ങൾ ചിന്തിച്ചിട്ടില്ല? ഇത് പ്രാർത്ഥനയ്ക്ക് കയറുമ്പോൾ തന്നെ ഇല്ലാത്ത ഒരു കോട്ടുവാ വരുന്നു, ഇല്ലാത്തൊരു ക്ഷീണം വരുന്നു, ഇല്ലാത്തൊരു മയക്കം വരുന്നു. ആ ഫേസ്ബുക്കിലോട്ട് അങ്ങ് കയറിക്കഴിഞ്ഞാൽ ആ ഉറക്കമൊക്കെ പമ്പ കിടക്കും. എന്താ കാരണം എന്നറിയാവോ? ഫേസ്ബുക്കിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ നമ്മളെ ചിരിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന, നമ്മുടെ ബുദ്ധിയെ, ചിന്തകളെയൊക്കെ രസിപ്പിക്കുന്ന പല കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട്. നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന പല കാര്യങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഉണ്ട്. അതിങ്ങനെ നമുക്ക് വേണ്ട ഒരു 10 മണിക്കൂർ നിങ്ങൾക്ക് ചിലവഴിക്കണമെങ്കിൽ, നിങ്ങൾ ഒരു 10 മണിക്കൂർ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്നാ ഉടനെ മൊബൈൽ എടുക്കുന്നു, വൈഫൈ ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യുന്നു. പിന്നെ അവിടെയില്ല 10 അല്ല 20 ദിവസം വേണം ഇരിക്കുക മൊബൈൽ ഫോൺ പിടിച്ചുകൊണ്ട്. നമ്മൾ അത്രത്തോളം അട്രാക്റ്റ് ചെയ്യുന്നു. പക്ഷെ ഒരു വചന പ്രാർത്ഥനയ്ക്ക് വന്നു കഴിഞ്ഞാൽ ആ വാച്ചയിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? വിശപ്പ് വരുന്നു, ദാഹം വരുന്നു, സ്റ്റവ് ഓഫ് ചെയ്തുള്ള ചിന്ത വരുന്നു, മക്കളെ വിളിച്ചു വന്നൊരു 10,000 വട്ടം മൊബൈൽ എടുത്ത് നോക്കുന്നു, മെസ്സേജ് വന്നോ നോക്ക്, എന്തോരം ഡിസ്ട്രാക്ഷനുകളാണ്. അതിനാണ് പേര് ജഡം. ജഡം എന്ന് പറഞ്ഞാൽ കാർണൽ മൈൻഡ്. നമ്മുടെ ശരീരം ഈ ഭൂമിയിൽ നിന്നും എടുത്തിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ആഗ്രഹം, ഉൽപ്പത്തി പുസ്തകം പറഞ്ഞ് മണ്ണിൽ നിന്ന് എടുത്തത് കൊണ്ട് അതിൻ്റെ ആഗ്രഹം മൊത്തം മണ്ണിലേക്ക് ചേരാനാ, ഈ ലോകത്തോട് ചേരാനാ. ഇതിനെപ്പോഴും ടെൻഡൻസി എങ്ങോട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് വീണ്ടെടുപ്പ് സംഭവിക്കാത്തത് കൊണ്ട് ഇതിൻ്റെ ആഗ്രഹം മൊത്തം ലോകത്തോട് അനുരൂപരാകാൻ. അതുകൊണ്ടാണ് റോമർക്കെഴുതിയ ലേഖനം 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു, ഈ ലോകത്തിനോട് അനുരൂപരാകാതെ. നോക്കിക്കേ, റോമർ 12:2 പറയുന്നു, ഈ ലോകത്തിന് അനുരൂപരാകാതെ. അപ്പൊ നമുക്ക് സംഭവിക്കാം, ഈ ലോകത്തോട് നമ്മൾ അനുരൂപരാകും. അതുകൊണ്ടാണ് ചിലർ വിശ്വാസികൾ, പല ആൾക്കാർ ഇപ്പോൾ ഫോൺ അഡീഷൻ ആണല്ലോ. ബ്രദറെ, ഞാൻ 24 മണിക്കൂർ ഫോണിൻ്റെ അകത്തിരിക്കുക. ഞാൻ ചോദിച്ചു, രാവിലെ മുതൽ നിങ്ങൾ ബ്രദറിൻ്റെ മെസ്സേജ് കേൾക്കണം? ബ്രദറിൻ്റെ മെസ്സേജ് ഒന്നും കേൾക്കാറൊന്നുമില്ല, ഞങ്ങൾ ഇങ്ങനെ അങ്ങ് പോവാ ബ്രദറെ. ഇതിന്ന് പുറത്തു വരാൻ എന്നാ ചെയ്യേണ്ടത്? നിങ്ങൾ ഈ ലോകത്തോട് അനുരൂപരായിരിക്കുന്നത്. അതായത് പുറത്തു വരാനുള്ള മാർഗങ്ങളാണ് ഈ മാർഗമല്ല, എല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ അങ്ങ് പറയുവാണേ. ശ്രദ്ധിച്ചു നോക്കിയേ. അപ്പം നമ്മൾ ഈ അണ്ടർസ്റ്റാൻഡിങ്ങിനുള്ള പ്രാർത്ഥനയ്ക്ക് ഒരു പ്രശ്നം എന്നാന്ന് വെച്ചാൽ, നമ്മൾ വചനമൊക്കെ 10 മിനിറ്റ് പറയുമെങ്കിലും പിന്നെ അങ്ങോട്ട് ആദിയും പരവേശവും പേടിയും ടെൻഷനും ഭാരവും എല്ലാം വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? വചനം പറയുന്നതിൻ്റെ ഇരട്ടി ടെൻഷൻ വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വചനം പറയുമ്പോൾ ഒരു ബലമാണ്, ഒരു ഭയങ്കര ഒരു ശക്തി, എനർജി, ഒരു സ്വോത്രവും ഹാലോലിയും ഒരു വിറയിലും ഒക്കെ നമുക്ക് വരുമെങ്കിലും 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ പിന്നെയും ഡൗൺ ആയി പോകുന്നു, നമ്മൾ പിന്നെയും തളർന്നു പോകുന്നു. എന്തുകൊണ്ടാണ് തളർന്നു പോകുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരം പെട്ടെന്ന് ഈ ലോകത്തോട് അനുരൂപരാകാൻ വേണ്ടി എന്ത് ചെയ്യും? ടെൻഡൻസി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതിൻ്റെ ആഗ്രഹം മൊത്തം ഇങ്ങോട്ട് ടൈപ്പ് ആകാൻ വേണ്ടിയാ.
മനസ്സിലായോ? നമ്മുടെ മനസ്സ് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ചിന്ത എപ്പോഴും അഡ്ജസ്റ്റ്, ഈ ലോകത്തിൽ എന്താണോ പറയുന്നത് അതിനെ വിശ്വസിക്കാനാണ് ഇഷ്ടം, അതിലേക്ക് ചേക്കാറാണ് ഇഷ്ടം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഡോക്ടർ പറയുന്നു ഈ രോഗം ഭയങ്കര പ്രശ്നമാണ്, മരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ അയ്യോ ഡോക്ടറെ എന്ന് പറഞ്ഞ് നമ്മൾ പേടിക്കും. ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ബ്രദറെ കർത്താവ് എന്നെ സൗഖ്യമാക്കി. നമുക്ക് കുറച്ചും കൂടെ ഡോക്ടറെക്കാളും ദൈവത്തെ വിശ്വസിക്കാൻ ഒരു ഭയങ്കര പാട് വരുന്നതിന്റെ കാരണം നമ്മുടെ ശരീരം എപ്പോഴും, ചിന്തകൾ എപ്പോഴും ഈ ലോകത്തോട് അനുരൂപരാണ്. അപ്പോൾ നിങ്ങൾ ഈ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ സമയത്തൊരു ബലം ഉണ്ടാകുമെങ്കിലും പലപ്പോഴും നമ്മൾ തളർന്നു പോകുന്നതിന്റെ കാരണം നമ്മുടെ ആത്മാവിനെ പ്രാർത്ഥിക്കുവാൻ അനുവദിക്കുന്നില്ല. ഇവിടെ പൗലോസ്ലീഹ പറഞ്ഞ 2 വാക്ക് നോക്കിയേ, ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. അതിനർത്ഥം ഞാൻ അറിവിലും പ്രാർത്ഥിക്കും, അന്യഭാഷയിലും പ്രാർത്ഥിക്കും. അപ്പം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്താ ഗുണം? എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കും. എൻ്റെ കൂടെ പറഞ്ഞേ, അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുള്ള ഗുണം എന്താണ് എന്ന് പറഞ്ഞ്? അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആരാ പ്രാർത്ഥിക്കുന്നത്? കണ്ടോ? അപ്പൊ ആത്മാവിനെ കൊണ്ട് നമ്മൾ പ്രാർത്ഥിപ്പിക്കുന്ന പ്രാർത്ഥനയാണ് അന്യഭാഷ. നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധിയല്ല അവിടെ പ്രാർത്ഥിക്കുന്നത്, നിങ്ങളുടെ ആത്മാവ് പ്രാർത്ഥിക്കുകയാണ്. ഇനി ആത്മാവ് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് വ്യത്യാസം? ആത്മാവിന്റെ പ്രത്യേകത ദൈവത്തിന്റെ ആഴങ്ങളെ അറിയുന്നു. ആത്മാവിന് ആഴങ്ങളിലേക്ക് സഞ്ചരിക്കുവാൻ കഴിയും. ആത്മാവിന്റെ ചിന്ത നോക്കി, ആത്മാവിനപ്പം ചിന്തയുണ്ട്. റോമർ 8-ാം അധ്യായം സ്ക്രീനിലോട്ട് നോക്കിക്കേ, പെട്ടെന്ന് നിങ്ങൾ നോക്കിക്കേ. റോമാലേഖനത്തിൽ പറഞ്ഞു, ജഡത്തിന്റെ ചിന്ത മരണമെങ്കിൽ ആത്മാവിനൊരു ചിന്തയുണ്ട്. നോക്കിക്കേ, ആത്മാവും ചിന്തിക്കും, ആത്മാവും ചിന്തിക്കും, ജഡത്തിലും ചിന്തിക്കും. ആത്മാവിന്റെ ചിന്ത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവനും സമാധാനവും. അതുകൊണ്ടാണ് നിങ്ങൾ പലപ്പോഴും പറയത്തില്ലേ, ബ്രദറെ ആ ബ്രദർ പറഞ്ഞുകൊണ്ടിരുന്ന വചനം കേട്ടപ്പോൾ എനിക്കറിയത്തില്ല, അയ്യോ മനസ്സിൻ്റെ അകത്ത് ഭയങ്കര സന്തോഷം, ബ്രദർ വലിയ ആളാ. ഒരു കാര്യം മനസ്സിലാക്കണേ, ബ്രദറിന്റെ വലിപ്പമല്ല അവിടെ വെളിപ്പെട്ടത്. നിങ്ങൾ ആ വചനം കേട്ടപ്പോൾ നിങ്ങളുടെ അകത്തിരിക്കുന്ന ആത്മാവ് നിങ്ങളിൽ സമാധാനത്തെ പ്രൊഡ്യൂസ് ചെയ്തതാ. നിങ്ങളോർത്ത് ബ്രദർ പറഞ്ഞുകൊണ്ടല്ല, ആ കേട്ട വചനത്തെ നിങ്ങളുടെ ആത്മാവ് പിടിച്ചെടുത്തിട്ട് നിങ്ങളുടെ അകത്തോട്ട് ജീവന്റെയും സമാധാനത്തിന്റെയും ചിന്തയെ പുറത്തേക്ക് വിട്ടു. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഭയങ്കര ആശ്വാസം, പിന്നെ ഒരു ചിന്ത, വീണ്ടും വീണ്ടും വചനം കേൾക്കാൻ ഒരു ആഗ്രഹം. അത് നിങ്ങളുടെ അകത്ത് വീണ്ടും വീണ്ടും ജീവനും സമാധാനവും റിലീസായതിന്റെ സൈനാണ്. നോക്കിക്കേ, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ആമേൻ. അപ്പൊ ഇവിടെ നോക്കിക്കേ, അന്യഭാഷയിൽ കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാവോ? നിങ്ങളുടെ ആത്മാവ് ചിന്തിക്കുവാൻ തുടങ്ങും. ഞാൻ ചോദിച്ചോട്ടെ, അന്യഭാഷയിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്നാ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? ആത്മാവ് ചിന്തിക്കുവോ ചിന്തിക്കാതിരിക്കുവോ? ആത്മാവ് ചിന്തിക്കും. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണെ. നിങ്ങളിപ്പോൾ വലിയൊരു പ്രശ്നത്തിന്റെ കടഭാരത്തിന്റെ അകത്തിരിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ബ്രദറിന് പ്രയർ റിക്വസ്റ്റ് അയച്ചു, പ്രയർ ലൈനിൽ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ വചനം വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അവിടെ ഇരിക്കുക. നിങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് ഇങ്ങനെ വചനമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആത്മാവിലൊക്കെ പാട്ടൊക്കെ പാടി സ്തുതിയെ കൊടുത്ത് ആരാധിച്ച് ഇങ്ങനെ ബലപ്പെട്ട് വന്ന് അതെല്ലാം കഴിഞ്ഞ് ഇച്ചിരി ചോറൊക്കെ ഉണ്ണാൻ വേണ്ടി ഇരിക്കുക. ടേബിളിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത എന്തായിരിക്കും? ധൈര്യമായിട്ട് പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു, ഉള്ള കാര്യം പറഞ്ഞു. നമ്മുടെ മനസ്സിൽ ഉടനെ തന്നെ 100,000 ചിന്ത വന്നല്ലോ. അയ്യോ കടക്കാരൻ നാളെ വന്നാൽ എന്നാ പറയും, ബാങ്കുകാർ ജപ്തിക്ക് വന്നാൽ എന്നാ പറയും, എൻ്റെ ദൈവമേ ഈ വിഷയം കാരണം ഇനി എന്നെ ഒത്തിരി ചിന്തകൾ നമ്മളിലേക്ക് വരുന്നു. എൻ്റെ കാരണം നിങ്ങളുടെ ജഡം അവിടെ എന്ത് ചെയ്യുന്നു? ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മൊത്തം പരാജയങ്ങളാണ്. ജഡത്തിന്റെ ചിന്ത മരണത്തിലേക്ക് പോകുന്നതാണ്. ഹല്ലേലൂയ. ജഡത്തിന്റെ ചിന്തകൾ മുഴുവൻ ഞാൻ പറയുന്നില്ല, പോസിറ്റീവ് ചിന്തയുണ്ട്, നെഗറ്റീവ് ഉണ്ട്, എങ്കിലും ഏറ്റവും കൂടുതൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഒരു പ്രശ്നത്തിന്റെ അകത്ത് അകപ്പെടുമ്പോൾ സൊല്യൂഷൻ അല്ല കൂടുതലും വരുന്നത്, ഭാരവും ഭയവും പേടിയും നൊമ്പരങ്ങളുമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ആത്മാവ് ചിന്തിക്കും. ആത്മാവിനുണ്ടാകുന്ന ചിന്തയെന്ന് പറഞ്ഞാൽ ദൈവത്തിലെ സാധ്യതകളാണ്.
ദൈവത്തിലുള്ള സാധ്യതകൾ നിങ്ങളുടെ മനസ്സിൽ തുറക്കുമ്പോൾ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കുവാൻ തുടങ്ങും. കഴിഞ്ഞ ദിവസം നമ്മൾ ആ സഹോദരി സാക്ഷ്യം കേട്ടു. 10,000 രൂപ മിറക്കിൾ മണി ഉണ്ടായ സാക്ഷ്യം നമ്മൾ കേട്ടു. അങ്ങനെ ഒത്തിരി നൂറുകണക്കിന് നമ്മൾ സാക്ഷ്യം കേട്ടു. ഇന്നലെ ഒരു സഹോദരൻ പറഞ്ഞ സാക്ഷ്യം കേട്ടില്ലേ? അദ്ദേഹത്തിന് 1 വർഷമായിട്ട് തള്ളവിരലിന്റെ താഴെ ഒരു മുഴയുണ്ടായിരുന്നു. നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. വേദന കൊണ്ട് അദ്ദേഹം ഭാരപ്പെടുമായിരുന്നു. ഇന്നലെ എത്ര പേര് ആ സാക്ഷ്യം കേട്ടു? ആ പ്രാർത്ഥനയിൽ ആ മുഴ അപ്രതീക്ഷമായി വേദന പോയെന്ന് എത്ര പേരത് കേട്ടു? ഞാൻ ചോദിച്ചോട്ടെ, ആ സഹോദരനെ കൂടെ ഞാൻ പറയിപ്പിക്കുന്നില്ല, എങ്കിലും കേൾക്കാം. ഈ 1 വർഷമായിട്ട് കാല് കുത്താൻ പോലും വേദന ഭാരപ്പെടുന്ന ആ സഹോദരൻ തീർച്ചയായിട്ടും മരുന്ന് കഴിക്കും, അല്ലെ? മരുന്ന് അന്വേഷിക്കും. പക്ഷെ മാറ്റം ഉണ്ടായില്ല. വചനം കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ അകത്തൊരു ചിന്ത ക്രിയേറ്റ് ചെയ്തു. എന്തുകൊണ്ട് യേശുവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം കിട്ടിക്കൂടാ? അതിനായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? വചനം കേൾക്കുവാൻ തുടങ്ങി. വചനം കേട്ട ഏതോ ഒരു ടൈമിൽ അദ്ദേഹത്തിന്റെ അകത്തുനിന്നും വിശ്വാസം പ്രൊഡ്യൂസായി. ആത്മാവിന്റെ ചിന്തയോ ജീവൻ കൊടുക്കുന്നതാണ്. ആ ശരീരത്തിന്റെ മേലേക്ക്, ആ രോഗത്തിന്റെ മേലേക്ക് ജീവൻ വന്നപ്പോഴേക്കും ആ മുഴ ഇപ്പം അവിടെ ഇല്ല. അത് അപ്രതീക്ഷിതമായി പോയി. ഇന്നലെ നമ്മൾ ആ സാക്ഷ്യം കേട്ടു. ആമേൻ. ഇതെല്ലാം സാധ്യതകളാണ്. ഇതെല്ലാം സാധ്യതകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കുക, ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ലോട്ടറി അടിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൊള്ള കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ നാളെ മുതൽ നിങ്ങളുടെ പ്രാർത്ഥന മൊത്തം ലോട്ടറി അടിക്കാൻ വേണ്ടിയായിരിക്കും, അല്ലേ? ഏതെങ്കിലും കട കുത്തിപ്പൊളിച്ച് പൈസ എടുക്കാൻ വേണ്ടി നിങ്ങളുടെ ചിന്ത മൊത്തം. ഇവിടെ ഞാൻ പ്രസംഗിക്കുന്നത് ദൈവത്തിലുള്ള സാധ്യതകളാണ്. ദൈവത്തിൽ ഇന്ന സാധ്യതകളുണ്ട്. ഇതിലേക്ക് നാം എത്തിപ്പെടുവാൻ വേണ്ടിയാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ഞാൻ 2 പ്രാർത്ഥന എനിക്കുണ്ട്. ഐ പ്രേ വിത്ത് മൈ സ്പിരിറ്റ്, ഐ പ്രേ വിത്ത് മൈ അണ്ടർസ്റ്റാൻഡ്. അപ്പൊ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ആദ്യം പ്രാർത്ഥിക്കുന്നത് എന്തുവാ? ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കും. ഞാൻ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ അകത്ത് നിന്ന് പ്രാർത്ഥിക്കും. അപ്പൊ എൻ്റെ ബുദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും എൻ്റെ മാനസിക ചിന്തകൾ എന്നെ പലപ്പോഴും ഞെരുക്കും. ഉടനെ പൗലോസ്ലീഹ എന്തെന്നറിയാവോ? ഉദാഹരണമായിട്ട് പറയാം. ഞാനിപ്പോൾ ഉദാഹരണമാണ്. പൗലോസ്ലീഹ ആസ്യയിൽ എത്തിയപ്പോഴേക്കും ഭയങ്കര പ്രശ്നം, സുവിശേഷത്തിന് എതിർപ്പ്, മാനസികമായി അദ്ദേഹത്തെ പീഡിപ്പിക്കാൻ നോക്കുന്നു, ശാരീരികമായി പീഡിപ്പിക്കാൻ നോക്കുന്നു. അദ്ദേഹത്തിന് വിശ്വാസത്തിൽ അങ്ങോട്ട് ബലപ്പെടാൻ പറ്റുന്നില്ല. പല രീതിയിൽ കാട്ടിലെ ആപത്ത്, കള്ള സഹോദരന്മാർ നിമിത്തമുള്ള ആപത്ത്, കടലിലെ ആപത്ത് എന്നൊക്കെ പൗലോസ്ലീഹ പറയുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം കുറെ പ്രാർത്ഥിച്ചിട്ട് അങ്ങ് നിരാശപ്പെട്ടു പോവാന്ന് വിചാരിച്ചു. ഉടനെ പൗലോസ്ലീഹ ആ പറച്ചിൽ കുറച്ചു നേരം പറഞ്ഞിട്ട്, വചനം അങ്ങോട്ട് പറഞ്ഞിട്ട്, അടുത്ത പടി അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് ചിന്തിക്കുവാൻ തുടങ്ങി. ആത്മാവ് ചിന്തിക്കുവാൻ തുടങ്ങുന്നത് എങ്ങനെയാ? നമ്മുടെ ബുദ്ധി ചിന്തിക്കുന്നത് എങ്ങനെയാ? ഞാൻ പറയാം. ബുദ്ധി ചിന്തിക്കുന്നത് എന്തുവാ? ബുദ്ധി ചിന്തിക്കുന്നത്, അയ്യോ കടക്കാരൻ വരുന്നു, അതെല്ലാം നിങ്ങളുടെ വീട്ടിൽ വരുന്നു, കടക്കാരൻ വരുന്നു, ചീത്ത പറയുന്നു, വീട്ടിലുള്ള സാധനങ്ങളെല്ലാം പിടിച്ചുകൊണ്ട് പോകുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കൊണ്ട് ഭയങ്കര ബഹളം വെക്കുന്ന നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ, ആത്മാവ് ചിന്തിക്കുന്നത് യേശു ക്രിസ്തുവിലുള്ള അത്ഭുത പ്രവർത്തികളാണ്. ഓ യേശുവേ, നന്ദി കർത്താവേ. അത്ഭുത പ്രവർത്തികൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നു. ദൈവപ്രവർത്തികൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നു. ദൈവാത്മാവിനുള്ള സൊല്യൂഷനുകളെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നു. ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളെ വെളിപ്പെട്ടു വരുന്നു. മിറക്കിൾ മണി പോലെയുള്ള കാര്യങ്ങൾ തുറന്നു വരുന്നു. എലിയാവിന്റെ കാക്കയെ അയക്കുന്നത് പോലെയുള്ള നന്മകൾ തുറന്നു വരുന്നു. യേശുവിന്റെ നാമത്തിലുള്ള പല കാര്യങ്ങൾ നിങ്ങൾക്ക് തുറന്നു വരികയാണ്. ഇതാണ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ജീവനും സമാധാനവും ഉണ്ടായി വരും. ഇനി എന്താണ് ഈ സമാധാനം? പറഞ്ഞുതരാം. ഈ നമ്മൾ പറയാം, നമുക്ക് നമ്മുടെ സമാധാനം, നമ്മൾ വെറുതെ സമാധാനമായിട്ടിരിക്കും എന്ന് പറയത്തില്ലേ? നമ്മളെപ്പോഴും അങ്ങനെ പറയുന്നത്. ഒരു വ്യക്തി ജീവിതത്തിൽ വളരെ പ്രയാസപ്പെട്ട് അല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പറയും, സമാധാനം ഇരിക്കും സഹോദരാ എന്ന് പറയത്തില്ലേ? അപ്പം നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ട് ആ വ്യക്തിക്ക് സമാധാനം ഉണ്ടാവുമോ? നിങ്ങൾ പറ. ഭയങ്കര പ്രശ്നത്തിലൂടെ കടന്നു പോകുക വ്യക്തി, മരിക്കാൻ നിൽക്കുക. ആ വ്യക്തിയോട് പറയാം, സഹോദരാ സമാധാനമായിട്ടിരിക്കും, ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളത് പറഞ്ഞുകൊണ്ട് ആ പുള്ളിക്ക് സമാധാനം കിട്ടുമോ? ഒന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറയും, ഞാനിവിടെ ചാകാൻ നിൽക്കുമ്പോഴും നിങ്ങളുടെ സമാധാനം, അല്ലേ? കാര്യം നിങ്ങളത് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിക്ക് സമാധാനം കിട്ടത്തില്ല. സമാധാനം എന്ന വാക്കിന്റെ അർത്ഥം എന്തുവാ? ഇപ്പോൾ അയാൾക്ക് സ്വസ്ഥത കിട്ടാത്ത വിഷയം മറുപടി വേണം. ഇതാ സമാധാനം, അല്ലേ? സമാധാനം. ചിലർ പറയത്തില്ലേ, ആ കള്ള് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ. എന്നാ സമാധാനം? കള്ള് കുടിക്കുമ്പോൾ ബോധം പോവും,
ബോധം തെളിയുമ്പോഴോ ആ വിഷയം അവിടെ തന്നെയുണ്ട്. അപ്പൊ എന്നാ സംഭവിച്ചത്? ഉറക്കും വന്ന്, അത്രേ ഉള്ളൂ. കള്ളു കുടിച്ചാൽ സമാധാനം കിട്ടുമെന്നാണ് പലരും പറയുന്നത്. കള്ളു കുടിക്കുമ്പോൾ സമാധാനമല്ല വരുന്നത്, ബോധം പോകുന്നതാ. ബോധം വരുമ്പോൾ എന്നാ സംഭവിക്കുന്ന അറിയോ? ആ വിഷയം അവിടെ തന്നെയുണ്ട്. അപ്പൊ സമാധാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ സമാധാനം ഇല്ലാതിരിക്കുന്ന വിഷയത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന മറുപടിയാണ് സമാധാനം. ഇതാണ് സമാധാനം എന്ന് പറഞ്ഞാൽ. അല്ലാതെ സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയത്തില്ല മനസമാധാനം വേണമെന്ന് പറയത്തില്ല. എപ്പോഴാണ് നമ്മൾ പറയുന്നത്? നിങ്ങൾ പറയത്തില്ല എനിക്ക് മനസമാധാനം വേണമെന്ന് എപ്പോഴാണ് പറയുന്നത്? ഒന്ന് പറഞ്ഞേ, എപ്പോഴാണ് മനസമാധാനം വേണമെന്ന് പറയുന്നത്? നിങ്ങൾ പ്രശ്നത്തിന്റെ അകത്തിരിക്കുമ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഭാരപ്പെട്ടിരിക്കുമ്പോൾ പറയത്തില്ലോ മനസമാധാനം കിട്ടിയാൽ മതിയായിരുന്നു. ഞാൻ ചോദിച്ചോട്ടെ, മനസമാധാനം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒന്ന് പറ. മനസമാധാനം എന്ന് പറഞ്ഞാൽ എന്തുവാ? മനസ്സിന് സമാധാനം കിട്ടണം. വീണ്ടും വീണ്ടും ചോദിക്കുവാണ് മനസമാധാനം. ഇപ്പൊ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിന്റെ അകത്ത് എനിക്ക് മനസമാധാനമാണ്. അതിന്റെ അർത്ഥം എന്തുവാ? ആ വിഷയം ശരിയാകണം. ആ വിഷയം ശരിയാകലും മനസമാധാനം. ഇപ്പൊ ഞാൻ പറയൂ എനിക്ക് ആ വിഷയത്തിന്റെ അകത്ത് ഒരു മനസമാധാനമില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ വിഷയം മാറിയിട്ടില്ലെന്ന് അതിന്റെ അർത്ഥം. മനസ്സമാധാനം. ഹല്ലേലൂയ. അപ്പം ബൈബിൾ പറഞ്ഞു ആത്മാവിന്റെ ചിന്ത തന്നെ ജീവൻ പ്രൊഡ്യൂസ് ചെയ്യും, സമാധാനം പ്രൊഡ്യൂസ് ചെയ്യും. എൻ്റെ മനസ്സിലേക്ക് സമാധാനം വരിക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പടി തന്നെ തുടങ്ങിക്കോണം. നിങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് ചിന്തിക്കുവാൻ തുടങ്ങും. ഇപ്പൊ നിങ്ങളുടെ ആത്മാവ് ചിന്തിക്കുന്നൊന്നുമില്ല, ആത്മാവ് ഇപ്പോൾ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. ആത്മാവിനെ ഉറക്കരുതേ, ആത്മാവിനെ ചിന്തിപ്പിക്കുവാൻ വിടണേ. നമുക്കറിയാം വലിയ ശാസ്ത്രജ്ഞന്മാർ, ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെയുള്ള, ഐസക് ന്യൂട്ടനെ പോലെയുള്ള ആളുകൾ ചിന്തിക്കുവാൻ തുടങ്ങി, അല്ലേ? അവർ ചിന്തിക്കുവാൻ തുടങ്ങി. ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ റൈറ്റ് സഹോദരന്മാർ ചിന്തിക്കാൻ തുടങ്ങി. എന്തുകൊണ്ട് നിലത്തൂടെ പറന്നു പോകുന്ന കാക്കയെ പോലെ എന്തുകൊണ്ട് മനുഷ്യന്മാർക്ക് പറന്നുകൂടാ? പറക്കണമെങ്കിൽ ചിറക് വേണം, ചിറകില്ലാതെ എങ്ങനെ പറക്കാൻ പറ്റും? അങ്ങനെ റൈറ്റ് സഹോദരന്മാർ എന്ത് ചെയ്തു? എയ്റോപ്ലെയിൻ എന്നൊരു ആശയം അവരുടെ മനസ്സിലേക്ക് വന്നു. അവരതിനെ എക്സിക്യൂട്ട് ചെയ്ത് കൊടുത്തു. ഒരു ചിന്തയാണ്, ചിന്തക്കകത്തൊന്നും ഊരിത്തിരിഞ്ഞതാണ് പലതും. ചിന്തകൾക്കകത്ത് നമുക്ക് സൊല്യൂഷനുകൾ ഉണ്ടാകുന്നുണ്ട്. ചിന്തയ്ക്കകത്ത് നമ്മുടെ ജീവിതത്തിൽ ടേണിംഗ് പോയിന്റുകൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ സൊല്യൂഷനുകൾ ചിന്തകളായി വെളിപ്പെട്ടു വരും. റൈറ്റ് സഹോദരന്മാർ ചിന്തിച്ചു, എന്തുകൊണ്ട് നമുക്ക് പറന്നുകൂടാ? അങ്ങനെ ആ റൈറ്റ് സഹോദരന്മാർ ചിന്തിച്ചപ്പോഴാണ് അവർക്ക് എയ്റോപ്ലെയിൻ എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിഞ്ഞുവെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവൻ ആത്മാവ് ചിന്തിക്കുവാൻ തുടങ്ങുമ്പോൾ ഇതുവരെ കാണാത്ത അത്ഭുതങ്ങൾ നിങ്ങൾ ചിന്തിക്കുവാൻ തുടങ്ങും. ഇതുവരെ ഇല്ലാത്ത ബ്രേക്ക് ത്രൂകൾ ചിന്തിക്കുവാൻ തുടങ്ങും. ഇതുവരെ ഇല്ലാത്ത പ്രവൃത്തികളെ ചിന്തിക്കുവാൻ തുടങ്ങും. ഇതുവരെ ഇല്ലാത്ത കാര്യങ്ങളെ നിങ്ങൾ കാണുവാൻ തുടങ്ങും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവം ഒരുക്കിയിട്ടുള്ള ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഇന്ന് വരെ തോന്നിയിട്ടില്ല എന്ന് അടുത്ത വാക്യത്തിൽ പറയും, എന്നാലോ ദൈവാത്മാവിനാൽ സകലത്തെയും അറിയുന്നു. ആത്മാവ് സകലത്തെയും അറിയുന്നു, ദൈവത്തിന്റെ ആഴങ്ങളെ അറിയുന്നു. അപ്പൊ നിങ്ങൾ ഈ പുതിയ നിയമ വിശ്വാസിയുടെ പ്രാർത്ഥന എന്ന് പറയും, നിങ്ങളുടെ പ്രാർത്ഥന പാറ്റേൺ വ്യത്യാസം വരണം. ഇപ്പോഴും പഴയ നിയമത്തിലെ ആളെ പോലെ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഈ തലത്തിലോട്ടൊന്നും കയറാൻ കഴിയത്തില്ല നിങ്ങൾക്ക്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, എത്ര പേർക്ക് അന്യഭാഷ വരവുണ്ട്? ഇനി ഒരു ചോദ്യം, അന്യഭാഷ വരവുള്ള ആൾക്കാർ ഒരു ദിവസം എത്ര നേരം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു? ശ്രദ്ധിച്ചേ, ഇവിടെയാ കുഴപ്പം. ആത്മാവ് ചിന്തിച്ച് ജീവനെയും സമാധാനത്തെയും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ജീവൻ വ്യാപരിക്കും.
നിങ്ങളുടെ വിഷയങ്ങൾ മരണതുല്യമായ വിഷയത്തിലൂടെ കടന്നു പോവാന്ന് വിചാരിച്ചു. ഇനി അതിൻ്റെ അകത്തൊരു മറുപടിയുമില്ല. ഇതിൻ്റെ അകത്തൊരു പ്രവൃത്തി ഇനി നടക്കാനില്ല. ഇനി ഇതിൻ്റെ അകത്തൊരു വിഷയത്തിന് ഒരു സാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ അകത്തിരുന്നു കൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ ആ വിഷയത്തിൻ്റെ മേൽ ജീവൻ വ്യാപരിക്കും. അറിയാവോ? ആമേൻ. അവിടെ സമാധാനം വെളിപ്പെടും. ഓ ഹല്ലേലൂയ. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ സ്പിരിറ്റ്, നിങ്ങളുടെ ആത്മാവ് ദൈവത്തിലുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ദൈവത്തിലുള്ള വഴികളെ നിങ്ങൾക്ക് തുറന്നു തരും. ഇപ്പൊ നിങ്ങൾ ഉദാഹരണം പറയാം. നിങ്ങൾക്കിപ്പോൾ ഒരു 1500 രൂപയുടെ ആവശ്യം വന്നു. ഒരു നിമിഷം 1000 രൂപയുടെ ആവശ്യം വന്നു. എല്ലാവരും കണ്ണടച്ച്. 1000 രൂപയുടെ ആവശ്യം വന്നു പെട്ടെന്ന്. 1000 രൂപ പെട്ടെന്ന് നാളെ രാവിലെ 10 മണിയാകുമ്പം 1000 രൂപ വേണം. 10 മണിക്ക് 1000 രൂപ വേണം. കണ്ണടച്ചിട്ട് 1000 രൂപ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് കിട്ടാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയുടെ മുഖം പെട്ടെന്ന് മനസ്സിൽ വന്നില്ലേ? വന്നവരെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒരു വ്യക്തിയുടെ മുഖം വന്നില്ലേ? നിങ്ങളുടെ കൂട്ടുകാരനോ സുഹൃത്തോ ബന്ധുവോ ആരെയൊക്കെ അങ്ങനെ വന്നാരെങ്കിലും ഉണ്ടോ? നാളെ അത് കിട്ടാൻ തരുമെന്ന് ഉറപ്പുള്ള ഒരാളുടെ മുഖം വന്നില്ലേ? ബ്രദറെ നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞു. നിങ്ങൾക്ക് വന്നു. എന്താ കാരണം എന്നറിയാവോ? നിങ്ങൾക്ക് ആ വിഷയം വന്നപ്പോൾ തന്നെ നിങ്ങളുടെ ചിന്തകൾ വർക്ക് ചെയ്തു. പെട്ടെന്ന് 1000 എന്ന് പറഞ്ഞപ്പോൾ തന്നെ 1000 തരാൻ സാധ്യതയുള്ള ഒരു സുഹൃത്തിന്റെ ചിന്ത മനസ്സിലേക്ക് വന്നു. ഇതൊരു അറിവാണ്, ഇതൊരു അണ്ടർസ്റ്റാൻഡ് ആണ്. ഇത് പെട്ടെന്ന് അത് പൊങ്ങി വന്നു. അങ്ങനെയെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇതേപോലെ ആത്മാവിനും അറിയാം എവിടെ തൊടണം, എവിടെ പിടിക്കണം, എവിടെയാണ് തൊടേണ്ടത്, എവിടെയാണ് നിങ്ങളുടെ വിഷയത്തിന്റെ മറുപടി ലഭിക്കേണ്ടതെന്ന് ആത്മാവിനറിയാം. ആത്മാവ് അതിനെ തുറന്നു തരുന്ന തലമാണ് ചിന്തകൾ എന്ന് പറയുന്നത്. ആത്മാവ് തുറക്കുന്നതാണ് ചിന്തകൾ. ദൈവം അപ്പൊ ആത്മാവ് പറഞ്ഞത് നിനക്ക് വേണ്ടി ആ വഴിയിലൂടെ ദൈവം ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്. ആത്മാവ് നമുക്ക് പറഞ്ഞു തരും. ആത്മാവ് ദൈവത്തിൽ നിന്ന് കേട്ടിട്ട് നിങ്ങൾക്കത് പറഞ്ഞു തരുന്നതാണ് ആത്മാവിന്റെ ചിന്ത. അതിൻ്റെ അകത്ത് ജീവൻ വ്യാപരിക്കും, അവിടെ സമാധാനമുണ്ടാവും. ഇതാണ് ബൈബിൾ പറയുന്നത്. മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപമാകുന്നു. മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള, അതായത് ദൈവത്തിൽ നിന്ന് വന്നതാണ് നമ്മുടെ ആത്മാവ്. എന്നാൾ പറഞ്ഞില്ലേ, ഇപ്പൊ നിഖിൽ ബ്രദർ നാളെ രാവിലെ 10 മണിയാകുമ്പോൾ മരിച്ചു പോയെന്നൊരു വാർത്ത കേട്ടാൽ അതുവരെ ബ്രദറെ എന്ന് വിളിച്ച ആൾക്കാർ നിങ്ങൾ എൻ്റെ ശവാടക്കിന് വന്നു കഴിഞ്ഞാൽ നാളെ ഉച്ചയാകുമ്പോൾ പറയും എപ്പോഴാണ് ശവം എടുക്കുന്നത് ചോദിക്കും അല്ലേ? ഇന്നലെ വരെ ബ്രദറെ എന്ന് വിളിച്ചതാണ്, ഇപ്പൊ നിങ്ങൾ എന്നെ ശവം എന്ന് വിളിച്ചല്ലേ? കണ്ടോ? അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ആ ബ്രദർ എവിടെ പോയി? നിങ്ങൾ പറയുമോ ബ്രദർ ദൈവത്തിലേക്ക് പോയി. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ബ്രദർ ദൈവത്തിലേക്ക് പോയെങ്കിൽ പിന്നെ കിടക്കുന്നത് ആരാ പെട്ടിക്കാത്? അത് ബ്രദർ അല്ല, ശവമാണ്. അപ്പൊ നിങ്ങൾ ഇത്രയും നാളും ബ്രദർ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത് ഈ ശവത്തെ അല്ല, അതിൻ്റെ അകത്തൊരാളുണ്ടായിരുന്നു. ആ ആൾ എവിടുന്ന് വന്നതാണ്? ദൈവത്തിൽ നിന്ന് വന്നതാണ്. പാപം ചെയ്തപ്പോൾ ഈ ദീപം കെട്ടുപോയി. അതുകൊണ്ടാണ് സദൃശവാക്യത്തിൽ പറയുന്നത് മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപമാകുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് യഹോവ എൻ്റെ ദീപത്തെ കത്തിച്ചു, എൻ്റെ അന്ധകാരത്തെ അവൻ പ്രകാശമാക്കി തീർന്നു. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിലിൽ ചാടിക്കടക്കും. ഈ പുള്ളി ഒന്ന് ചാർജായാൽ, അകത്തെ മനുഷ്യനൊന്ന് ചാർജായാൽ നിങ്ങളുടെ സകല വിഷയത്തിൻ്റെ അകത്തും മറുപടിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ, കട്ടിയായ ആഹാരമാണ് കഴിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഈ ദിവസങ്ങളിൽ. ഇതാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. അപ്പൊ നിങ്ങൾ വചനം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. പറയുന്നത് നല്ലതാണ്. അന്യഭാഷാ പ്രാർത്ഥന എന്നെ ഹെൽപ്പ് ചെയ്യും. ഈ ആകുല ചിന്തകളിൽ നിന്നും, ഭാരങ്ങളിൽ നിന്നും, സൊല്യൂഷൻ ഇല്ലാത്ത കാര്യത്തിൽ നിന്നും എന്നെ അന്യഭാഷാ പ്രാർത്ഥന ഹെൽപ്പ് ചെയ്യും. എനിക്ക് മറുപടികളെ പറഞ്ഞു തരും, ഡോറുകളെ തുറന്നു തരും, ദൈവത്തിലുള്ള വഴികളെ തുറന്നു തരും, ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളെ എനിക്ക് മേടിച്ചു തരുവാൻ എൻ്റെ ആത്മാവിലെ പ്രാർത്ഥന എന്നെ സഹായിക്കും. അപ്പൊ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തി ഉറപ്പായിട്ടും അറിവിൻ്റെ വചനങ്ങളെ തുറക്കുകയും കൂടെ ചെയ്യണം. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയുകയാണെ, യേശുവിൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുക. ഇത് പ്രാർത്ഥിക്കുമ്പോൾ രോഗം അവിടെ തന്നെയുണ്ട്. ബ്രദറെ രോഗം മാറുന്നില്ല ബ്രദറെ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ബ്രദറെ, സങ്കടം വന്നില്ലേ? രണ്ടാമതും പറഞ്ഞു യേശുവിൻ്റെ അടിപ്പിണ, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇനി 2 പ്രാവശ്യം പറഞ്ഞു നിങ്ങൾ വചനം, പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്നറിയോ? അന്യഭാഷ പറ.
അന്യഭാഷ പറയുമ്പോൾ നിങ്ങളുടെ അകത്തു നിന്നും ആ ഭാരം കൊണ്ടുവന്ന ചിന്ത അവിടെ ബ്രേക്ക് ആവും. എന്നിട്ട് ജീവന്റെയും സമാധാനത്തിന്റെയും ചിന്ത പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അവിടെ രോഗസൗഖ്യത്തിന് തടസ്സമായി നിൽക്കുന്ന ദുരാത്മാവെങ്കിൽ, ഏതെങ്കിലും ശക്തിയാണെങ്കിൽ, ഏതെങ്കിലും കുഴപ്പമാണെങ്കിൽ അതിനെ ആത്മാവ് എന്തു ചെയ്യും? ശക്തിയോടെ അതിനെ തകർത്തു കളയും. ഇതാണ് അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത്. ചുമ്മാ അന്യഭാഷ, ഇപ്പൊ നിങ്ങളൊരു 10 മണിക്കൂർ അന്യഭാഷ പറഞ്ഞു, പക്ഷെ വചനം പറയുന്നില്ലെങ്കിൽ അന്യഭാഷ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. അന്യഭാഷ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് വരണമെങ്കിൽ പൗലോസ് പറഞ്ഞ വാക്ക് കണ്ടോ, ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. നോക്കിയേ, ഈ വാക്യം നോക്കിയേ, ഞാൻ ആത്മാവ് കൊണ്ടും അന്യഭാഷയിലും പ്രാർത്ഥിക്കും, ഞാൻ ബുദ്ധിയിലും പ്രാർത്ഥിക്കും. അപ്പൊ വെറുതെ ഇരിക്കുവല്ല, ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും, ഞാൻ ബുദ്ധി കൊണ്ടും ഞാൻ പ്രാർത്ഥിക്കും. നോക്കി, രണ്ടും ഒരുമിച്ച പൗലോസ്, ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ടും പാടും, ബുദ്ധി കൊണ്ടും പാടും. നോക്കിക്കേ, അപ്പൊ ആത്മാവിൽ അന്യഭാഷയിൽ നമുക്ക് പാടാൻ പറ്റും. എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നത്, ഞാൻ അന്യഭാഷ പറയുമ്പോൾ പാട്ടുകളായിട്ട് എൻ്റെ അന്യഭാഷ വരും. അങ്ങനെ ഒത്തിരി പേര് പറയും, ബ്രദർ പാട്ട് പാടുവാണോ അതോ ബ്രദർ അന്യഭാഷ പറയുവാണെന്ന് ചോദിക്കും. നമ്മൾ പോലും അറിയാതെ നമ്മുടെ അന്യഭാഷ പാട്ട് പോലെ ആയിപ്പോകും. പിന്നെ നമ്മൾ ബുദ്ധി കൊണ്ടും പാടും. ഇവിടെയാണ് സൂക്ഷിക്കേണ്ടത്. പറഞ്ഞ് അവസാനിപ്പിക്കാതെ, ഒത്തിരി സമയം കയറിപ്പോയല്ലേ. സമയം മുന്നോട്ട് പോയതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമമുണ്ടോ? ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ സമയം ഇച്ചിരി കയറിപ്പോകുമ്പോൾ നിങ്ങൾ കയറിപ്പോകേണ്ട ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണോ? ഈ വിഷയം കേൾക്കുന്ന ഇൻട്രസ്റ്റ് ആണോ? ഞാൻ നിങ്ങളുടെ വിഷയത്തിന്റെ പരിഹാരമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സൊല്യൂഷനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചിട്ടിക്കാരനെയോ വട്ടിക്കാരനെയോ ബ്ലേഡുകാരനെയോ അല്ല പരിചയപ്പെടുത്തി തരുന്നത്. ഏത് ബാങ്കിൽ ചെന്നാലേ പെട്ടെന്ന് ലോൺ കിട്ടുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എവിടെ പിടിച്ചാലാണ് നിങ്ങളുടെ ഊര് കിട്ടുന്ന പറയുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡോറുകൾ തുറക്കുന്ന ശക്തമേറിയ പ്രാർത്ഥനയെ പറ്റിയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആമേൻ. ഇനി ബുദ്ധി കൊണ്ട് പാടും. ഇവിടെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, അനാവശ്യമായിട്ടുള്ള പാട്ടുകളൊന്നും പാടരുതേ. നമ്മുടെ ഇഷ്ടം പോലെ പാട്ടുപുസ്തകം വീട്ടിലുണ്ട് അല്ലേ? നിങ്ങൾ അതിനകത്ത് കാണുന്ന എല്ലാ പാട്ടും പാടരുതേ. ദൈവത്തെ ഓർത്ത് പാടുമ്പോൾ ഓർത്തണം, കട്ടങ്ങളെയും ദുരിതങ്ങളെയും വിളിച്ചു വരുത്തുന്ന പാട്ടുകളൊക്കെ പാടാൻ തുടങ്ങി അത് കയറി വരും. അത് ഉറപ്പായിട്ടും വരും. ആത്മാവ് കൊണ്ടും പാടും, ബുദ്ധി കൊണ്ടും പാടും. സ്വതന്ത്രം. അപ്പം ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മുടെ പ്രാർത്ഥന, അന്യഭാഷ പ്രാർത്ഥന, നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. കൂടുതലല്ല, കുറഞ്ഞത്. എനിക്ക് 2 സുഹൃത്തുക്കളുണ്ട്, ഞാനിവിടെ പരിചയപ്പെട്ടതാ. ഒരാളുണ്ട് പറഞ്ഞു, ബ്രദറെ ഞാൻ എങ്ങനെ പറഞ്ഞത്, ബ്രദറല്ല എൻ്റെ വർക്ക് ചെയ്ത് അവർ പറയുക, ഞാൻ 12 മണിക്കൂർ അന്യഭാഷയെ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഒരാൾ പറഞ്ഞു ഞാൻ 10 മണിക്കൂർ അന്യഭാഷയെ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാനാണ് അവരെക്കാളും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഓർത്തോണ്ടാണ് ഞാനിരുന്നത്. പക്ഷേ പിന്നെ ഞാൻ അധികം മിണ്ടാൻ വേണ്ടി പോയില്ല. ഞാൻ പിന്നെ ഇവിടെ വചനമൊക്കെ പറഞ്ഞ് വേറെ വഴിക്കങ്ങ് പോയി. ആമേൻ. അപ്പോൾ ആലോചിച്ച് നോക്കി, 10 മണിക്കൂർ 12 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി പറയും, ഒരു ദിവസം യേശു എൻ്റെ മുറിക്കകത്ത് നേരിട്ടിറങ്ങി വന്നു എന്നോട് പറഞ്ഞു. ആഫ്രിക്കനായിട്ടുള്ള ഒരു വ്യക്തി എന്നോട് പറയുകയാണ്, അദ്ദേഹത്തിന്റെ മുറിയിൽ യേശു ഒരിക്കൽ ഇതുപോലെ അന്യഭാഷയിൽ 10 മണിക്കൂർ തുടർച്ചയായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശുവിനെ നേരിട്ടിറങ്ങി, അത്രത്തോളം അദ്ദേഹത്തിന്റെ ആത്മാവ് യേശുവിനെ കാണുവാൻ തക്കവണ്ണം ബലപ്പെട്ടു വന്നു. ഒന്നാലോചിച്ച് നോക്കിയേ. അപ്പൊ പ്രാർത്ഥനയുടെ ശക്തി, അന്യഭാഷ പ്രാർത്ഥനയുടെ ശക്തിയെ ചെറുതായി കാണരുതേ. നിങ്ങളുടെ മനുഷ്യൻ ചിന്തിക്കുവാൻ തുടങ്ങിയാൽ, ഇന്ന് ചിട്ടിക്കാരൻ ബലം പിടിച്ചുകൊണ്ട് നിങ്ങളെ കൊല്ലാൻ നിൽക്കുന്നതോ, കടക്കാരൻ വന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതോ, രോഗം വന്ന് മരിക്കുന്നതോ, തലമുറകൾ വഴിതെറ്റിപ്പോകുന്നതോ, കുടുംബം ചിതറിപ്പോകുന്നതോ, ഭാര്യയും ഭർത്താവും തമ്മിൽ തല്ലി ചാകുന്നതോ, ഇതൊക്കെയാണ് ബുദ്ധിയിൽ ചിന്തിക്കുന്നതെങ്കിൽ ആത്മാവിൻ്റെ ചിന്ത നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായ കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ ആഴങ്ങളെ പറ്റിയാണ്, ദൂതന്മാരുടെ വാക്കുകളെയാണ്, ആത്മതലങ്ങളെ തൊടുന്നതാണ്, ദൂതസംഘങ്ങളെ തൊടുന്നതാണ്, സ്വർഗീയമായ കാഴ്ചകളെ ലഭിക്കുന്നതാണ്. ഇന്ന് ഇരിക്കുന്നിടത്ത് ദൂതന്മാരുടെ ഇറങ്ങി വന്ന് നിങ്ങളുടെ സഹായങ്ങളെ ചെയ്യുന്നതാണ് ആത്മാവിൻ്റെ ചിന്തകൾ. ഈ തലത്തിലേക്ക് നിങ്ങളെ എക്വിപ്പ് ചെയ്തെടുക്കുവാൻ സഹായിക്കുന്ന 2 പ്രാർത്ഥനകളാണ് പൗലോസ്ലീഹ പറഞ്ഞത്. ഐ പ്രേ വിത്ത് മൈ അണ്ടർസ്റ്റാൻഡ്, ഐ പ്രേ വിത്ത് മൈ സ്പിരിറ്റ്. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന്, ഞാൻ ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാവേ, ഇനി എനിക്കറിയാം സമയം മുന്നോട്ട് പറക്കുവാണ്. നമ്മളൊരു പ്രശ്നം വരുമ്പോൾ ചില ആൾക്കാർ പറയും, ബ്രദർ എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല, എനിക്കൊന്ന് പാട്ട് പാടാൻ പറ്റുന്നില്ല, എനിക്കൊരു വചനം പോലും ബ്രദറെ മനസ്സിൽ വരുന്നില്ല, എനിക്ക് ശക്തിയില്ല. ബ്രദർ, നിങ്ങൾ ഉടനെ ചെയ്യേണ്ടത്
അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് കുറേ നേരം അന്യഭാഷ പറ, അന്യഭാഷയിൽ ഉറക്കെ എന്ന് പറ. അവിടെ എന്താ സംഭവിക്കുന്നത് അറിയാമോ? നിങ്ങളുടെ സ്പിരിറ്റ് നിങ്ങളുടെ ശരീരത്തെ ഡൊമിനേറ്റ് ചെയ്യാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആത്മാവ് അവിടെ ചലിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ആത്മാവ് ഉടനെ നിങ്ങളുടെ വിഷയത്തെ ഏറ്റെടുക്കാൻ തുടങ്ങും. ആ വിഷയത്തെ പെട്ടെന്ന് അങ്ങ് ഏറ്റെടുക്കും. ഹല്ലേലൂയ. ആ വിഷയത്തിന്റെ അകത്തോട്ട് എനിക്ക് തോന്നുന്നത് പഴയ നിയമത്തിൽ വാക്യം ഞാൻ മറന്നുപോയി. മോശയുടെ കൈ ഉയർന്നു നിൽക്കുന്ന സമയത്ത് മോശയാണ് യോശുവയാണ് എനിക്ക് തോന്നുന്നത്, കൈ ഉയർത്തിപ്പിടിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ അത് താന്നു പോകുന്ന സമയത്ത് യോശുവ എന്ത് ചെയ്തു? കയറി പിടിച്ചു. ആ കൈ താന്നു പോകാതിരിക്കാൻ വേണ്ടി ഒരു സപ്പോർട്ട് അവിടെ കൊടുത്തു. അത് താന്നു പോയാൽ ഇവിടെ യുദ്ധം അവസാനിക്കും. പക്ഷെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? ആ കൈക്കൊരു താങ്ങ്, മോശയുടെ കൈക്ക് എന്ത് ചെയ്തു? ഒരു താങ്ങ് കൊടുത്തു. മോശയുടെ കൈ ഉയർത്തി പിടിക്കുമ്പോൾ അവിടെ ജനം നടന്നുകൊണ്ടിരിക്കുക, യുദ്ധമല്ലോട്ട് ജനം നടന്നുകൊണ്ടിരിക്കുക. അത് താന്ന് പൊക്കോണ്ടിരിക്കുമ്പോൾ, കൈ ബുദ്ധിമുട്ടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്തു? അവിടെ ഒരു അത്ഭുതം എന്ത് ചെയ്തു? അവിടെ കൈയെ എന്ത് ചെയ്തുക? ഉയർത്തിപ്പിടിക്കുക. ഇതേപോലെ നിങ്ങളൊരു പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ആത്മാവ് ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ പറയാറ്, എൻ്റെ മാനസികമായി ഞാൻ തളർന്ന സമയത്ത് എൻ്റെ ആത്മാവ് എന്നെ എത്രയോ വട്ടം എന്നെ ബലപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിയാവോ? എത്രയോ വട്ടം. ഞാൻ നിങ്ങളോട് പറയാറില്ലേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ മാനസികമായിട്ട് ഞാൻ വല്ലാതെ ചില ഭാരത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ പ്രവചന ശുശ്രൂഷ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വചനം പറയാൻ ഞാൻ റെഡിയല്ല. ഇന്ന് എനിക്ക് പറയുന്നില്ല കർത്താവ്, എനിക്ക് അതുപോലെ മാനസികമായ ചില വിഷയത്തിൻ്റെ അകത്ത് ഞാൻ ഭാരപ്പെട്ടിരിക്കുമ്പോൾ 4:30 ആകുമ്പോഴേക്കും സൂം പ്രയറിനകത്ത് കയറി 1 മണിക്കൂർ പ്രവചിച്ചിട്ടുണ്ട്. ഞാൻ പ്രവചിച്ചതല്ല കേട്ടോ, എൻ്റെ ആത്മാവ് എന്നെ സഹായിക്കും. കാര്യം ആത്മാവിന് നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനം, ഇത് ദൈവത്തിൽ നിന്ന് വന്നത്. നമ്മുടെ ആത്മാവ്, നമ്മുടെ ഈ ശരീരമാണ് മണ്ണിൽ നിന്ന് എടുത്തിരിക്കുന്നത്. അതാണ് ഈ ശരീരത്തിന് മൊത്തവും ഈ മണ്ണിലോട്ട് ചേരാൻ വേണ്ടി ആഗ്രഹം മൊത്തം. കടഭാരം വരുമ്പോൾ ചിന്ത എന്ത് വരുന്നത്? ആത്മഹത്യ ചെയ്തു. കടഭാരം വരും, ആത്മഹത്യ ചെയ്തു. ഉടനെ പ്രശ്നം വരുമ്പോൾ പറയത്തില്ല, തല പോയാൽ മതിയായിരുന്നു, ചത്തുപോയാൽ മതിയായിരുന്നു, തീർന്നു പോയാൽ മതിയായിരുന്നു, വണ്ടി ഇടിച്ചു പോയാൽ മതിയായിരുന്നു, ഗതി പിടിക്കാതെ. ഇതെല്ലാം മണ്ണിനോട് ചേരാൻ വേണ്ടിയുള്ള ആഗ്രഹമാണ് പറയുന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ അകത്തിരിക്കുന്ന ആത്മാവിന്റെ ചിന്ത ദൈവത്തിലോട്ട് നിങ്ങളെ വലിച്ചടിപ്പിക്കുക. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. നീ വാലല്ല തലയത്രേ. ആമേൻ. ഹല്ലേലൂയ. ചിലപ്പോൾ ഞാൻ ആ പറഞ്ഞ മോശയുടെ ചരിത്രം പറഞ്ഞ സമയത്ത് ചിലപ്പം സന്ദർഭം ചിലപ്പോൾ ഞാൻ എൻ്റെ പെട്ടെന്ന് ഓർമ്മ വന്നില്ല. നാളെ ചിലപ്പം അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കല്, യുദ്ധ ബ്രദർ പറഞ്ഞത് ഇപ്പോൾ വെള്ളമല്ല, യുദ്ധസമയത്തല്ലേ സൗരവാക്കിയിട്ടുണ്ട്, യുദ്ധസമയത്താണ്. നാളെ പിന്നെ ആ പുള്ളിക്ക് അതൊന്നും എനിക്ക് അറിയത്തില്ലെന്ന് സത്യമായിട്ട് ഞാൻ പറയും. ചില വാക്യൊക്കെ ഞാൻ നിങ്ങളെത്തോളം വചനം അറിയാത്ത ആളാണ് ഞാൻ. ചില വാക്യൊക്കെ ഞാൻ മറന്നു പോയെന്നിരിക്കും, എല്ലാം ഒന്നും ഓർമ്മ വരത്തില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുക അവിടെ. നിങ്ങളും ചിലപ്പോൾ എല്ലാ വാക്യവും നമ്മൾ ചിലപ്പം ഓർത്തിരിക്കത്തൊന്നുമില്ല. ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞോണേ, ആത്മാവിൽ പ്രാർത്ഥിക്കണേ. അന്യഭാഷ ഇല്ല എന്ന് പറയുന്ന 575 പേര് ഇപ്പൊ സൂമിൽ കയറുന്നുണ്ട്. ലൈവിൽ ഇതേപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഇതിന്റെ കേൾക്കുന്നുണ്ട്. എക്സ്ക്യൂസ് അല്ല കേട്ടോ ബ്രദറെ, എനിക്ക് അന്യഭാഷ ഇല്ല ബ്രദറെ, അതുകൊണ്ട് സന്തോഷിക്കരുതേ, നിരാശപ്പെടരുതേ. അന്യഭാഷ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് അന്യഭാഷ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒന്ന് വാഞ്ചിക്കുക, ആഗ്രഹിക്കുക. ആത്മാവ് ഇപ്പൊ ചിന്തിക്കുന്നൊന്നുമില്ല, ആത്മാവ് ചുക്കില് പിടിച്ചിരിക്കുക. അതുകൊണ്ടാണ് ആത്മാവ് ചുക്കില് പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ ജഡം മൊത്തം കിടന്ന് കളിക്കുക. ജഡം ഇപ്പൊ കിടന്ന് ഭയങ്കര പ്രസംഗം, ഇപ്പൊ ചാകും, ഇപ്പൊ കൊല്ലും, ആ കുടുംബം തകരും, ഈ കുടുംബം തകരും. ഈ പുള്ളി കിടന്ന് ഇങ്ങനെ ആളായി കളിക്കുക. ജഡത്തിന്റെ ചിന്ത ഉയരുമ്പോൾ ഓർത്തോണം ആത്മാവിന്റെ ചിന്ത തകരും. നമുക്ക് മാനസികമായി സങ്കടമൊക്കെ വരുമെന്നേ. ഞാൻ രാവിലെയും കൂടെ മാനസികമായി സങ്കടപ്പെട്ട ആളാണ്. പക്ഷെ ഉച്ചയായപ്പോഴേക്കും ഞങ്ങൾ ബലപ്പെട്ടു. ഞാനും വൈഫ് ഒരുമിച്ച് പരസ്പരം, പുള്ളിക്കാർ വചനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ പരസ്പരം ശക്തിപ്പെട്ടു. ആമേൻ. വചനം പറയാൻ തുടങ്ങിയപ്പോൾ ശക്തിപ്പെട്ടു, മനസ്സ് പുതുക്കം പ്രാപിച്ചു, ലോകത്തിന്റെ ചിന്തകളിൽ നിന്ന് പുറത്തു വരാൻ തുടങ്ങി, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ തുടങ്ങി. പിന്നെ അങ്ങോട്ട് അന്യഭാഷ തന്നെ വായി വന്നു, അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി, പറയാൻ തുടങ്ങി, ഉടനെ ചലിക്കുവാൻ തുടങ്ങി ആത്മാവ്. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ കട്ടിയായ ആഹാരമാണ്. സംശയങ്ങൾ വരണേ, സംശയം ലൈവിൽ ചോദിക്കരുത്. സംശയങ്ങൾ വരുന്നവര് നിങ്ങൾ ഇന്ന് വാട്സാപ്പിലേക്ക്, നമ്മുടെ പ്രയർ ലൈനിലേക്ക് ഒരു കാര്യം ചെയ്യാം. ഗ്രൂപ്പ് തുറന്നുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിങ്ങനെ ചില ആൾക്കാർക്ക് ഗ്രൂപ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ബർത്ത്ഡേ വിഷസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയക്കാൻ ടെൻഡൻസിയാണ്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ, പ്രയർ റിക്വസ്റ്റുകളും എല്ലാം അയച്ചാൽ ചില എല്ലാം ഒരുമിച്ച് മിക്സ് ആയതില്ല.
ഒരു കാര്യം ചെയ്യും, സംശയത്തിന് വേണ്ടി നമുക്ക് ഈ ദിവസം ഒരു ദിവസം മാറ്റി വെക്കാം. സംശയം എല്ലാം കിടക്കട്ടെ. അപ്പം സംശയങ്ങൾ വരണം, അതിനുവേണ്ടി ഒരു ദിവസം മാറ്റി വെക്കാം, അല്ലാതെ നമുക്ക് നടക്കത്തില്ല. അപ്പം ഈ ദിവസങ്ങളിൽ ഈ ആത്മാവിലും പ്രാർത്ഥിക്കണം. അണ്ടർസ്റ്റാൻഡിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. എപ്പോഴും ഓർത്തോണേ, അവകാശിയെ പോലെ പ്രാർത്ഥിക്കണം. അവകാശിയെ പോലെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ കൃപ ലഭിക്കും. ദാസനെ പോലെ പ്രാർത്ഥിച്ചാൽ കരുണ ലഭിക്കും. കരുണയുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ കരുണ തോന്നുന്നതാണ്, കൃപ ലഭിച്ചതാണ്. കരുണ തോന്നുമ്പോൾ കൃപ ലഭിക്കുന്നതാണ്. ഇതാണ് വ്യത്യാസം. ഹല്ലേലൂയ. കർത്താവേ നന്ദി, യേശുവേ നന്ദി. കർത്താവേ, ഞങ്ങളിപ്പോൾ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, അന്യഭാഷാ വരവില്ലാത്തവർ ഇന്നു മുതൽ പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും 8:45 ഇന്ത്യൻ സമയത്ത് നമുക്ക് അന്യഭാഷ പ്രാർത്ഥനയുണ്ട്. അതിൽ പങ്കെടുക്കണം. പങ്കെടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കാൻ വേണ്ടിയല്ല, പ്രാപിക്കാൻ വേണ്ടി. എന്നിട്ട് പറയും, ബ്രദറെ എന്നെ കൂടെ അന്യഭാഷ പ്രാർത്ഥന പഠിപ്പിക്കാവോ? ഞാൻ പറഞ്ഞ അന്യഭാഷ നോട്ട് എഴുതിയെടുക്കുക, എന്നിട്ട് നാളെ മുതൽ പറ. ഒന്നും സംഭവിക്കാൻ പോണില്ല. അന്യഭാഷ പ്രാർത്ഥന പഠിപ്പിക്കാൻ പറ്റത്തില്ല, അത് പ്രാപിക്കാനേ പറ്റത്തുള്ളൂ. ദൈവം തരും. ആഗ്രഹമുണ്ടോ? ദൈവം തരും. വേറൊന്നും വേണ്ട. ആഗ്രഹമുള്ളവർക്ക് ദൈവം തരും. യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമേറിയ സാന്നിധ്യത്തിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി പോവാം. ഞാൻ പറഞ്ഞില്ലേ, കട്ടിയായ ആഹാരമാണ് ഈ ദിവസങ്ങളിൽ വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലാക്കണമേ. ആത്മാവിനെ കൊണ്ട് ചിന്തിപ്പിക്കണം. ബുദ്ധി അഫലമാകണം. ബുദ്ധിയാണ് ഈ കളിക്കുന്നത് മൊത്തവും. ബുദ്ധിക്കകത്താണ് ഈ ചിന്തകളും ഭാരങ്ങളും എല്ലാം കൊണ്ടുവരുന്നത്. ഇതിനെ ബ്രേക്ക് ചെയ്യണം. ഈ ടെൻഷനും ഭാരവും സങ്കടവും മാനസിക ബുദ്ധിമുട്ടും ഒക്കെ വരുന്നത് വചനം പറഞ്ഞിട്ട് ഇത് വരുന്നതിന്റെ കാരണം നിങ്ങളുടെ ആത്മാവ് ചിന്തിക്കുന്നില്ല. ആത്മാവ് ചിന്തിക്കാത്തത് കൊണ്ടാണ് വചനം പറയുമ്പോഴും മാനസികമായി നമുക്ക് ബലം കിട്ടാത്തത്. എന്നാലും പറഞ്ഞില്ല, എപ്പോഴും നമ്മൾ ഒരേപോലെയല്ല. പക്ഷെ 24 മണിക്കൂർ മാനസികമായി ബലമില്ലെങ്കിൽ ആത്മാവ് ചലിക്കുന്നില്ല കേട്ടോ. ആത്മാവ് ചലിക്കുന്നത് സങ്കടം വരുമ്പോൾ അതൊരു 10 മിനിറ്റോ 1 മണിക്കൂറോ കഴിയും, അല്ലെങ്കിൽ 2 മണിക്കൂറോ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ സ്പിരിറ്റ് അതിനെ കൺട്രോൾ ചെയ്യും. പെട്ടെന്ന് മനസ്സിനെ ബലപ്പെടുത്തും. സാരമില്ലെന്നേ ഒരു പാട്ടില്ലേ, സാരമില്ലെന്ന് ഓതിയിടും തൻ മാർവിൽ എന്നെ ചേർത്തിടും. ഉറപ്പ് നമുക്ക് തരും. കർത്താവ് എൻ്റെ മാർവിലാണ് നമ്മൾ ഇരിക്കുന്നത്. നന്ദി യേശുവേ, നന്ദി കർത്താവ്. എൻ്റെ കൂടെ എന്ന് വിശ്വസിച്ച് നമുക്ക് ആത്മാവിലൊന്ന് ചലിക്കാം. ആത്മാവിൽ നമുക്കൊന്ന് സഞ്ചരിക്കാം. ആത്മാവിൽ നമുക്ക് വിഷയങ്ങളെ തുടരാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ അന്യഭാഷയെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്രവചിക്കുവാൻ കഴിയും. നിങ്ങൾക്ക് കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുവാൻ കഴിയും. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മേൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സ്പിരിറ്റിൽ നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ കഴിയും. ആത്മതലങ്ങളെ രുചിക്കുവാൻ പറ്റും. നിങ്ങൾക്ക് ഭാവിയിലോ ഭൂതകാലത്തിലോ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കുവാൻ ആത്മാവിനാൽ കഴിയും. നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ ജയിക്കുവാൻ ആത്മാവിലുള്ള യാത്രകൾ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നിങ്ങൾ പ്രയർ പോലും കേൾക്കാൻ കഴിയുന്നില്ലേ? ആരാത്? പ്രയർ പോലും കേൾക്കാൻ കഴിയുന്നില്ല സിസ്റ്റർ. ഈ ദിവസങ്ങളിൽ വചനത്തിൽ ബലപ്പെടണം. കൂട്ടായ്മ നമ്മുടെ ഉള്ളത്തിൽ വേണം. യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പ. യേശുവേ, നിങ്ങളുടെ വലിയ മഹത്വം എന്ന് വെളിപ്പെടട്ടെ. നമ്മുടെ ഡേറ്റുകളൊന്നും ഫിക്സ് ആയിട്ടില്ല എങ്കിൽ പോലും കേരളത്തിൽ നമ്മൾ നടത്താൻ പോകുന്ന പ്രാർത്ഥനകളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. മനസ്സിലേക്ക് വന്ന ചില ജില്ലകളുണ്ട്, തിരുവനന്തപുരമുണ്ട്, അങ്ങനെ പല പട്ടണങ്ങളും എൻ്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടുണ്ട്. അതിനുവേണ്ടിയൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം, ഒരുങ്ങണം. നേരിൽ കണ്ട് പ്രാർത്ഥിക്കുവാനും കൂട്ടായ്മ ആചരിക്കുവാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. അതുമാത്രമല്ല, അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ മുമ്പിൽ വചനവുമായി നിൽക്കുമ്പോൾ എൻ്റെ വായിൽ ദൈവത്തിൻ്റെ വചനം വരേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുക എന്ന് പൗലോസ് പറഞ്ഞു. ഫൈറ്റ് ചെയ്യുക യേശുവിൻ്റെ നാമത്തിൽ. ബ്രദർ വന്ന് വെറുതെ ഒരു ഹായ് ബായ് പറഞ്ഞു പോകാൻ കർത്താവ് ഇടയാക്കരുതേ. ഞങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്പെടണം. ഈ വരവിൽ പരാതികളൊന്നും പറയാതെ ഞങ്ങൾക്ക് പ്രയോജനപ്പെടണം. ദൈവത്താൽ ഞങ്ങൾക്ക് പ്രയോജനപ്പെടണം. അതിനെ ശക്തീകരിക്കണം. ഞങ്ങളുടെ മുമ്പിൽ ആക്കി വെച്ചിരിക്കുന്ന, അതുകൊണ്ട് അതിനെപ്പോഴും പറഞ്ഞ ആരും നിരാശപ്പെട്ടു പോകരുത്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ വലിയ അത്ഭുതത്തെ കർത്താവ് തുറക്കും. യേശുവിൻ്റെ നാമത്തിൽ രോഗശക്തികളോടൊന്ന് വിളിച്ചു പറ, യേശുവിൻ്റെ രോഗത്തെ വഹിച്ചതാ. ഒന്ന് കൽപ്പിച്ച വചനം ഒന്ന് തുറന്നേ. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ പ്രേ വിത്ത് മൈ അണ്ടർസ്റ്റാൻഡ്, എൻ്റെ അറിവിനെ ഒന്ന് തുറന്നേ. യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് കൽപ്പിച്ചേ. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. എൻ്റെ സകല വിഷയത്തിൻ്റെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ രാജാവായി, യേശുവിൻ്റെ നാമത്തിൽ രാജകീയ പുരോഹിത വർഗമായി ഞാൻ വാഴാൻ വേണ്ടി പോവുകയാണ്. ഓ യേശുവേ നന്ദി കർത്താവ്, യേശുവേ നന്ദി കർത്താവ്. ഇപ്പോൾ തന്നെ രോഗബന്ധനങ്ങൾ, രോഗശക്തികൾ, രോഗത്തിൻ്റെ ദുരാത്മാക്കൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ
തകരട്ടെ, തകരട്ടെ, യേശുവിന്റെ നാമത്തിൽ തകരട്ടെ, പരിശുദ്ധാത്മ ശക്തിയാൽ തകരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ക്ഷീണിച്ചു മടുത്തു പോകുന്നവരെ, വചനം പറഞ്ഞു മടുത്തു പോയവരാണ് നിങ്ങൾ, പ്രാർത്ഥിച്ചു മടുത്തു പോയവരാണ് നിങ്ങൾ. നിങ്ങളുടെ ആത്മ മനുഷ്യനെ ബലപ്പെടുത്താട്ടെ. ഇന്ന് നിങ്ങളുടെ ഭാരങ്ങൾ വിട്ടുമാറുകയാണ്. നിങ്ങളുടെ മേൽ സമാധാനത്തിന്റെ ദൈവം, സമാധാനത്തിന്റെ ദൈവം, സമാധാനത്തിന്റെ ദൈവം യേശുവിന് ആ രോഗബന്ധനത്തിൽ ആ സിസ്റ്ററെ ഹസ്ബൻഡിന്റെ മേൽ കൈവച്ചിട്ട് പറ, ആ രോഗശക്തിയോട് പറ, തലവേദനയെ കൊണ്ടുവരുന്ന ആ മൈഗ്രൈൻ്റെ ദുരാത്മാക്കൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പുറത്തു പോട്ടെ. ഇപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് സൗഖ്യം നടക്കാൻ വേണ്ടി പോവുക. ആ കണ്ണയിലെ കൈവച്ച് ആ ഉദരത്തിന്റെ അകത്ത് വേദനയാൽ ചില സമയത്ത് അടിവയറ്റിൽ കൊളുത്തി പിടിക്കുന്നത് പോലെ വേദന വരിക. എന്തോ വലിയ മാരക രോഗമാണെന്ന് വിചാരിച്ചോ നിങ്ങൾ പേടിച്ചിരിക്കുക. പക്ഷെ ഡോക്ടറെ കാണാൻ പേടിയാ. യേശുവിന്റെ നാമത്തിൽ കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ വേദനയെ നമ്മൾ പുറത്താക്കാൻ വേണ്ടി പോവുക. യേശുവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, യേശുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആ രോഗശക്തി വിട്ടുമാറുക, ആ രോഗബന്ധനം വിട്ടുമാറുക. പരിശുദ്ധാത്മ ശക്തിയാൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഇപ്പോൾ തന്നെ ആ രോഗത്തെ ഞങ്ങൾ കൽപ്പിക്കുന്നപ്പ പുതിയ അവയവങ്ങൾ ഉണ്ടായി വരട്ടെ, പുതിയ അവയവങ്ങൾ ഉണ്ടായി വരട്ടെ, പുതിയ അവയവങ്ങൾ ഉണ്ടായി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ ഷുഗറിനോടും പ്രഷറിനോടും കർത്താവേ നോർമലായ രീതിയിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ആകട്ടെ. കർത്താവേ, അവരുടെ പാൻക്രിയാസ് പുതിയതുണ്ടായി വരട്ടെ. അവരുടെ ശരീരത്തിൻ്റെ അകത്തെ രോഗബന്ധനങ്ങൾ, എല്ലാ ബ്ലഡിലെ കൗണ്ടുകളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ കൽപ്പിക്കുന്നപ്പ, ഇപ്പോൾ ഞാൻ കൽപ്പിക്കുന്ന രോഗശക്തികളെ ബ്രേക്ക് ചെയ്യുന്നപ്പോൾ ശരീരത്തിൻ്റെ മേലേക്ക് ശക്തി വ്യാപരിക്കുക. തകർന്നു പോകത്തില്ല, നശിച്ചു പോകത്തില്ല. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. ഇപ്പോൾ രോഗങ്ങൾ വിട്ടുമാറുക. എനിക്കത് ആത്മാവിൽ അറിയാൻ പറ്റുന്നുണ്ട്. ആ ശരീരത്തിൻ്റെ മേലേക്ക് രോഗശക്തികൾ വിട്ടുമാറിയിട്ട് സൗഖ്യങ്ങൾ വ്യാപരിക്കുന്നു, ആ വേദനകൾ വിട്ടുമാറുന്നത്, രോഗശക്തികൾ വിട്ടുമാറുന്നത്, അത്ഭുത സൗഖ്യങ്ങൾ ഇപ്പോൾ ശരീരത്തിന്റെ മേൽ സംഭവിക്കുന്നു. അത്ഭുത സൗഖ്യങ്ങൾ സംഭവിക്കുന്നു ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇപ്പോൾ ഞാൻ കർത്താവേ ഇന്ന് തുറക്കുന്നപ്പോൾ യേശുവേ, അങ്ങയുടെ ശക്തി വ്യാപരിക്കുന്നല്ലോ, അങ്ങയുടെ ശക്തി വ്യാപരിക്കുന്നല്ലോ, അങ്ങയുടെ ശക്തി വ്യാപരിക്കുന്നല്ലോ, പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നല്ലോ. യേശുവിന്റെ അടിപ്പിണരുകളാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ മുറിവിനാൽ അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ രോഗസൗഖ്യം എൻ്റെ മേൽ വ്യാപരിക്കുന്നു. യേശുവേ, യേശുവേ, ഇതെന്റെ അത്ഭുതത്തിന്റെ സമയം, ഇതെന്റെ അത്ഭുതത്തിന്റെ സമയം, ഇതെന്റെ അത്ഭുതത്തിന്റെ സമയം, ഇതെന്റെ അത്ഭുതത്തിന്റെ സമയം. യേശുവിന്റെ നാമത്തിൽ നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഇപ്പോൾ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുക ശരീരത്തിൻ്റെ അകത്തുനിന്ന് വേദനകൾ വിട്ടുമാറുന്നത് കാണാൻ പറ്റും. ആ ശരീരത്തിൻ്റെ അകത്ത് മുഴകൾ വിട്ടുമാറുന്നത് അനുഭവിക്കാൻ പറ്റും യേശുവിൻ്റെ നാമത്തിൽ. ആ നടക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ കാലൊക്കെ ഒന്ന് വലിച്ചു ഇട്ടേ ഒന്ന് ചാടി എണീറ്റ് യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ. യദു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ, യദു എന്ന് പറയുന്ന ഒരു പേര് ഞാനൊരു കുടുംബത്തെ കണ്ടിരിക്കുക. യദു എന്നാണ് വിളിക്കുന്നത്. ആ പേരുള്ള ഒരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ ഭവനത്തിൻ്റെ മേൽ ഇന്ന് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയെ ദൈവം അയക്കുവാൻ വേണ്ടി പോകുമെന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഞാനിന്ന് യദുവിനെ ബ്ലസ് ചെയ്ത് ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ യദുവുമായി ബന്ധപ്പെട്ടത് ആരെങ്കിലും ഇന്ന് സൂമിൽ കേൾക്കുന്നുവെങ്കിൽ ഇപ്പോൾ ഏറ്റെടുത്തു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഇന്ന് ആ മകൻ്റെ ജീവിതത്തിൽ, ആ കുടുംബത്തിൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടുന്നു. അന്ധകാരം മാറുന്നു. ദിവ്യപ്രകാശം ഇന്ന് കുടുംബത്തിൻ്റെ മേൽ സംഭവിക്കുന്നു. യദുവുമായി ബന്ധപ്പെട്ടത് ആരാണോ ആമേൻ പറഞ്ഞ് ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചു. ദൈവത്തിൻ്റെ പ്രസാദം ആ കുടുംബത്തിൻ്റെ മേൽ സംഭവിക്കാൻ വേണ്ടി പോകും. നന്ദി യേശുവേ, നന്ദി കർത്താവേ. കൃപ പെരുകട്ടെ, കൃപ പെരുകട്ടെ. ഇപ്പോൾ ഞങ്ങൾ തുറക്കുന്നപ്പ കർത്താവിൻ്റെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ലോ അപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ വ്യാപാരം ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ വെളിപ്പെടട്ടെ അപ്പ. ഒരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുക. 2017 ഈ ഹൗസ് ബോട്ടിൽ ഒരു യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുക. 2017 ഒരു ഹൗസ് ബോട്ട് യാത്ര എന്നെ കാണിക്കുകയാണ്. അതിൻ്റെ അകത്ത് കുടുംബത്തിൻ്റെ അകത്ത് 8 അംഗ സംഘം പോലെ ഞാൻ കാണുവാണ്. അതിൻ്റെ അകത്ത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് കർത്താവ് ഇന്നേടെ ഒരു അടയാളമാണ്. ആ വ്യക്തിയെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ് കർത്താവിൻ്റെ ഉള്ളത്തിൽ പറയുന്നു. ഈ ദിവസങ്ങളിൽ ആ 2017 മുതൽ ഇന്നീ നിമിഷം വരെ ജീവിതത്തിൻ്റെ അകത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യത്തിൻ്റെ മറുപടിയായി
ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവർത്തികൾക്ക് വേണ്ടി ദൈവം ഒരുക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. 2017 യാത്രയാണ് കാണിച്ചത്. ഹൗസ് ബോട്ടിൽ ഒരു യാത്ര ചെയ്ത ഒരു ഫാമിലിയാണ്, ഒരു കുടുംബത്തിലൊരു വ്യക്തിയാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ഇന്ന് ആ വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുക, ആ ഭാരത്തിന്റെ അകത്തുനിന്ന് മോചനം ദൈവം ചെയ്യാൻ വേണ്ടി പോവാണ്. എന്നാ കേൾക്കുന്ന വ്യക്തി, ഈ അടയാളത്തിൽ ഇരിക്കുന്ന വ്യക്തി, മനസ്സിലായ വ്യക്തി സൂമിലാണെങ്കിൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ആ മൈക്കുകളെ അൺമ്യൂട്ട് ചെയ്തിട്ട് ആമേൻ പറയാം. അല്ല, യൂട്യൂബിലോ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് ഈ വ്യക്തി എന്നെ കേൾക്കുന്നുവെങ്കിൽ, യേശുവേ ഞങ്ങളുടെ നാമത്തിൽ ഞാൻ ആമേൻ പറഞ്ഞ് ആലോചനയെ സ്വീകരിക്കുന്നത് പറഞ്ഞാട്ടെ. നിങ്ങളുടെ ഭാരങ്ങളെ കർത്താവ് എടുത്തു മാറ്റുന്നു. ദൈവപ്രവർത്തിക്കായിട്ട് ഞാൻ എടുത്ത് പ്രാർത്ഥിക്കുന്നപ്പാ. യേശുവേ നന്ദി കർത്താവേ. പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? അല്ലെങ്കിൽ നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. യേശുവേ നന്ദി കർത്താവേ. ദൈവപ്രവർത്തിക്കായിട്ട് വേർതിരിക്കുന്നപ്പാ, അത്ഭുതകരമാണ്. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഞങ്ങൾ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവത്തിന്റെ പ്രവൃത്തി ആ വ്യക്തിയുടെ മേൽ ഞാൻ എല്ലാവരെയും ഓൾ മ്യൂട്ട് ചെയ്യാം. ഞാനിത് ഒരു നിമിഷം എല്ലാവരും ഒന്ന് ഓൾ മ്യൂട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഞാൻ ആലോചന പറയുമ്പോൾ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവരുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങളിത് പറഞ്ഞാൽ മതി. ലൈവിലോ സൂമിലോ ആയിക്കോട്ടെ. ഞാനിത് മ്യൂട്ട് മാറ്റുന്നതിൻ്റെ കാരണം തന്നെ സൂമിലുണ്ടെങ്കിൽ അവർക്ക് പ്രതികരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ നിങ്ങളെല്ലാവരും ഒരുപോലെ മ്യൂട്ട് മാറ്റി സംസാരിച്ചാൽ ഇത് ഓഡിയോ ബ്രേക്ക് ആവും. യേശുവേ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എന്നുള്ളത്തെ കർത്താവ് എന്നെ ഒരു പോളച്ചിറക്കൽ എന്ന് പറഞ്ഞൊരു ഫാമിലി, ഒരു വീട്ടുപേര് കർത്താവ് എന്നെ കാണിക്കും. പോളച്ചിറക്കൽ. ആ ഭവനത്തിൻ്റെ മേൽ എന്നോട് ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, മാത്യൂസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തെ ദൈവം സ്പർശിക്കുവാൻ വേണ്ടി പോകുന്നു. ആ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ദിവ്യ സമാധാനത്തെ ദൈവം തുറക്കാൻ വേണ്ടി പോകുന്നു. എൻ്റെ യേശുവേ നന്ദി പറയുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. ദിവ്യ സമാധാനം ഉണ്ടാകട്ടെ, ദിവ്യ സമാധാനം ഉണ്ടാകട്ടെ. നന്ദി കർത്താവേ. ആ കുടുംബത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോൾ നീണ്ട 17 വർഷമായിട്ട് ഒരു പത്രസ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ കാണുന്നൊരു കാഴ്ച, നീണ്ട 17 വർഷം, അതിൻ്റെ ഈ 17 വർഷത്തിൽ കണക്ക് കാണിക്കുന്നതിന് മുകളിലുണ്ടോ എനിക്കറിയത്തില്ല. പക്ഷെ 17 വർഷം എന്നൊരു കണക്ക് കർത്താവ് എന്നെ കാണിക്കുക. ഈ 17 വർഷം അവരുടെ ജീവിതത്തിൽ, അതിന് മുമ്പ് അവിടെ ജോലി ഉണ്ടോ എനിക്കറിയത്തില്ല. പക്ഷെ 17 മുതലാണ് കാണിക്കുന്നത്. ഈ 17 വർഷത്തിൻ്റെ അകത്ത് ഞാൻ കാണുന്നൊരു കാഴ്ച, ഒരു സ്ഥലം നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ വാങ്ങിച്ചായിരുന്നു. ആ സ്ഥലത്തിൻ്റെ അകത്ത് പല പ്രശ്നങ്ങൾ ഇങ്ങനെ ഓരോന്നായി സംഭവിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുവാണ്. മറഞ്ഞിരിക്കുന്ന സകല പിശാചിന്റെ പ്രവർത്തികളും ഇപ്പോൾ തന്നെ ആ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകുന്നു. ഇന്നു മുതൽ സ്വസ്ഥമായി ഉറങ്ങുവാനുള്ളൊരു കൃപ ആ കുടുംബത്തിൻ്റെ മേൽ വ്യാപരിക്കുന്നതായിട്ട് കർത്താവ് പറയുന്നു. യേശുവേ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ദൈവത്തിന്റെ വലിയ മഹത്വത്തിനായി നന്ദി പറയുന്നപ്പാ. 1973 ജനിച്ച ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നു. 1973 ഫെബ്രുവരി മാസമാണ്. ഈ വർഷം മാത്രം നിങ്ങൾ കേൾക്കരുത്. 1973 ഫെബ്രുവരി മാസത്തിൽ ജനിച്ച ഒരു വ്യക്തിയുടെ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയെ ദൈവം തുറക്കുന്ന, കുടുംബത്തിൻ്റെ അകത്തുനിന്നും ദൈവം ഒരു അനുഗ്രഹത്തിൻ്റെ യാത്ര, ഫ്ലൈറ്റ് കയറി പോകുന്ന ഒരു യാത്ര ദൈവം തുറക്കാൻ വേണ്ടി പോകുന്നു. അതൊരു അനുഗ്രഹമായി തീരും. ദൈവത്താലുള്ളൊരു യാത്രയാണ്. ഇപ്പോൾ ഞാനത് യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവ്, ഇന്ന് ഞാൻ ആ വ്യക്തിയെ ഇന്ന് ബ്ലസ് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പാ. നന്ദി കർത്താവേ, നന്ദി യേശുവേ. ഞങ്ങൾ ഇന്ന് തുറന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ റേച്ചൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഈ റേച്ചലിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ റേച്ചലുമായി തന്നെ ബന്ധപ്പെട്ട് ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ റേച്ചലിൻ്റെ മേലേക്കൊരു മാത്യു എന്ന് പറയുന്ന ഒരു പേര് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്യു എന്ന് പറയുന്ന ഒരു പേര് യേശുവിൻ്റെ നാമത്തിൽ ദൈവം ഇന്ന് ആ വ്യക്തിയെ ഒരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ വ്യാപാരം എന്ന് വെളിപ്പെടട്ടെ. ആ തടസ്സങ്ങൾ ഇപ്പോൾ ഞാൻ ബ്രേക്ക് ചെയ്യുന്നപ്പാ.
അവരുടെ ജീവിതത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ സമാധാനവും കർത്താവിലുള്ള സന്തോഷവും തുറന്നു വരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഈ രാജസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്ത് പലതവണ യാത്ര ചെയ്ത് അവിടെ സ്റ്റേ ചെയ്ത് കുറേ നാൾ അവിടെ നിൽക്കും. എന്നാൽ അവിടുന്ന് കുറേ തിക്ത അനുഭവങ്ങളും നഷ്ടങ്ങളും ഉണ്ടായൊരു വ്യക്തിയാണ്. ആ വ്യക്തിയോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, യേശുവിൻ്റെ നാമത്തിൻ്റെ സാക്ഷിയാക്കി ദൈവം നിങ്ങളെ വീണ്ടും അയക്കുമെന്ന് കർത്താവ് എന്നോട് വാക്യം പറയുന്നു. അവിടെ ഒരു ദൈവ പ്രവൃത്തിക്കായിട്ട് ദൈവം ഒരുക്കാൻ വേണ്ടി പോകുന്നു. യേശുവേ നന്ദി കർത്താവേ. ഞാൻ അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്തപ്പോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവെ, അങ്ങ് ഓരോ വ്യക്തികളെയും അങ്ങ് സ്പർശിക്കുന്നല്ലപ്പ. യേശുവെ, അങ്ങയുടെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്ന നന്ദി പറയുന്നപ്പ. ഈ നിമിഷം പരിശുദ്ധാത്മാവെ അങ്ങയുടെ പ്രവൃത്തി ഓരോ വ്യക്തികളുടെ മേൽ സംഭവിക്കുന്നല്ലോ കർത്താവെ. സമയം ഞങ്ങൾക്ക് മുന്നോട്ടൊത്തിരി പോയെങ്കിലും പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. അരോഗബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുന്നല്ലോ. അരോഗശക്തികൾ അവരെ വിട്ട് മാറിപ്പോകുന്നല്ലോ. ഇപ്പോൾ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ യേശുവിനെ. ഞാനൊരു ഹരിലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുക. ഹരിലാൽ എന്ന് പറയുന്നു. വലിയൊരു അനർത്ഥം ആ വ്യക്തിയിൽ നിന്ന് മാറിപ്പോകുന്നു. ഒരു ദുഃഖ വാർത്ത കേട്ടുണരും, ഒരു വലിയൊരു വേർപാട് കേട്ടുണരും എന്ന് ദുഷ്ടൻ വാദിക്കുന്നതിനെ ഈ ദിവസങ്ങളിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. അനർത്ഥം മാറിപ്പോകും. ദൈവത്താൽ അതൊരു സാക്ഷ്യമായി മാറുന്നു എന്ന് പറയുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആമേൻ പറഞ്ഞത് സ്വീകരിച്ചോണം. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. പുലരുമ്പോൾ ഒരു ദുഃഖവാർത്ത കേൾപ്പിക്കുമെന്നുള്ള വാദത്തെ ഇപ്പോൾ ഞങ്ങളത് ബ്രേക്ക് ചെയ്യുന്നപ്പോ യേശുവിന്റെ നാമത്തിൽ ഞാൻ. ഹരിലാലിന്റെ കടയിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പൊ ഞാൻ കടയിൽ പോകുന്നില്ല. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. യേശു ക്രിസ്തു നിങ്ങളെ വീണ്ടും കണക്ട് ചെയ്യും. പക്ഷെ നന്മയ്ക്ക് വേണ്ടിയാണ്. ആ വ്യക്തിയുടെ ദുഃഖവാർത്ത കേട്ടുണരുന്ന അതിനെ ബ്രേക്ക് ചെയ്യുന്ന ആ വ്യക്തി ഇന്ന് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നാളെ ആ വ്യക്തിക്ക് ഒരു അനുഗ്രഹമാക്കി ദൈവം നിങ്ങളെ മാറ്റുന്നവരാ. യേശുവേ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ നന്ദി കർത്താവേ. ദൈവം മറക്കുന്ന ദൈവമല്ല സഹോദര, ഓർക്കുന്ന ദൈവമാണ്. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതിനുള്ളതിൽ പരിശുദ്ധാത്മ പറഞ്ഞു ചിലരുടെ ജീവിതത്തിൽ പുതിയ ചില നന്മയുടെ ബിസിനസ്സുകളെ ദൈവം തുറക്കും. നന്മയുടെ ബിസിനസ്സിന്. ഇപ്പൊ നിങ്ങൾ ഇതൊക്കെ ദൈവം ബിസിനസ് തരുന്ന ആളാണോ? യഹോവ നിന്റെ കളപ്പുരകളെയും യഹോവ നിന്റെ കൊട്ടയും മാവുകിയ തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. വായിലിൽ നീ അനുഗ്രഹിക്കപ്പെടും. യഹോവ നിന്റെ കൃഷിഫലത്തെയും ഗർഭഫലത്തെയും അനുഗ്രഹിക്കുമെന്ന് വചനം പറയുന്നു. നീ തൊടുന്നിടത്തെല്ലാം യഹോവ അനുഗ്രഹത്തെ കൽപ്പിച്ചിരിക്കുന്നു. ചിലരുടെ ബിസിനസ്സുകൾ, ചില സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി പോവുക. ഓ യേശുവേ നന്ദി കർത്താവ്. ഞാൻ കുറേ നേരമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ എൻ്റെ കർത്താവ് ഒരു വീട് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ആ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പഴയ ഒരു വീടാണ്. എനിക്കറിയാവുന്നൊരു വീടാണ്. മീൻസ് എനിക്കറിയാവുന്ന വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ വീടാണ് കാണുന്നത്. പക്ഷേ ഇത് കേട്ടോണ്ടിരിക്കുന്ന വ്യക്തിക്ക് എന്നെ അറിയത്തില്ല, ഞാൻ ആ വീട്ടിൽ വന്നിട്ടില്ല. പക്ഷേ ദൈവാത്മാവ് എന്നെ കാണിക്കുന്നത് എനിക്കറിയാവുന്നൊരു വീട്, അതേ മോഡലാണ് ഈ ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന വീട് ഇരിക്കുന്നത്. അതായത് റോഡ് സൈഡിൽ നിന്ന് തന്നെ, അതായത് തൊട്ട് ഫ്രണ്ടിൽ റോഡാണ്. ആ റോഡിനോട് ചേർന്ന് തന്നെ നട കയറി വീട്ടിലോട്ട് കയറി വരുന്ന നട കയറിയിട്ട് ചെറിയൊരു മുറ്റം, പിന്നെ ഒരു ചെറിയ മുറ്റം. അതായത് ആദ്യം നട കയറി വരുമ്പോൾ ഒരു മുറ്റം, പിന്നെ ഒരു മുറ്റം, അതിനുശേഷം 1, 2, 3 പടി, മൂന്നാമത്തെ പടിയിലോട്ട് കയറി വീടിൻ്റെ അകത്തോട്ട് കയറുവാണ്. 2 ഡോറാ വീട്. ഇച്ചിരി പഴയ വീടാണ്. 2 ഡോറുണ്ട്. ഇടതുവശത്തും വലതുവശത്തും അതിന് ഡോറുണ്ട്. അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഒരു പുളി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ കാണുന്ന ഒറിജിനലായിട്ട് എനിക്കറിയാവുന്ന വീടിൻ്റെ പുറകിൽ ഇപ്പം പുളിയില്ല. പക്ഷെ എന്നെ കാണിക്കുന്ന കാലഘട്ടത്തിൻ്റെ അകത്ത് ആ പുളി അവിടെ ഉണ്ട്. 2008 ഞാൻ ആ വീട് കാണിക്കുമ്പോൾ, 2008 2003, 2000 കാലഘട്ടത്തിൽ ആ വീടിൻ്റെ പുറകിൽ പുളിമരമുണ്ട്. പക്ഷെ ഇപ്പം വീടിൻ്റെ പുറകിൽ പുളിമരമില്ല. എനിക്കറിയാവുന്ന വീടാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഇപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരോ ആയിട്ട് ബന്ധപ്പെട്ട് ആ വീട് ഉണ്ട്. ഇതേ സെയിം വീടിൻ്റെ അതേ രൂപമാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീടുമായിട്ട് ബന്ധപ്പെട്ടത്. ആ വീടിൻ്റെ അകത്ത് ഒരു ആൺ തലമുറയുണ്ട്, ഒരു പെൺ തലമുറയുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോഴാ വീട്ടിൽ, അതായത് ലൈവായിട്ട് ഇപ്പോഴുള്ള വീട്ടിൽ അവിടുത്തെ ഗൃഹനാഥൻ മരിച്ചു പോയതാണ്. ഇപ്പം കേൾക്കുന്ന വ്യക്തിയുടെ കാര്യം എനിക്കറിയത്തില്ല.
പക്ഷെ ഞാൻ കണ്ട വീട്ടിൽ അന്ന് ഞാൻ കാണുമ്പോൾ ഗൃഹനാഥൻ ഉണ്ടായിരുന്നു. ഇന്ന് ഗൃഹനാഥൻ അവിടെ ഇല്ല. യേശുവിൻ്റെ നാമത്തിൽ പഴയ വീടാണ്. ഇന്ന് ഞാൻ കാണുമ്പോൾ കർത്താൻ ഉള്ളത്തിൽ പറയുകയാണ്, ആ കുടുംബത്തിൻ്റെ ഒരു തലമുറകളെ ലക്ഷ്യം വെച്ച് നിൽക്കുന്നത് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഈ ഭവനത്തിൽ നിന്ന് വിട്ടുമാറുകയാണ്. ആ ഭവനം ഏതാണോ നിങ്ങളുമായിട്ട് ഈ അടയാളം ബന്ധമുണ്ടെങ്കിൽ, സൂമിൽ കാണുന്നവർക്ക് അതുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ, ആ ഭവനത്തിൽ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ തലമുറകളുടെ ഭാവിയെ അടച്ചതിൻ്റെ അകത്തുനിന്നും ദൈവത്താൽ അത് പുറത്തു വരാൻ വേണ്ടി പോവാണ്. ആ ഭവനത്തിൻ്റെ ഷെയ്പ്പേ മാറുന്ന രീതിയിൽ, ഓ യേശുവേ, ഇന്ന് ആ കുടുംബത്തെ ദൈവം സ്പർശിക്കാൻ വേണ്ടി പോകുന്നു പറയുന്നു. സൂമിലോ ലൈവിലോ ഇന്ന് ആ വ്യക്തി എന്നെ കേൾക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. ആ ഭവനത്തിന്റെ അവസ്ഥകളെ ദൈവം മാറ്റാൻ വേണ്ടി പോകുന്നു. ആ ഭവനത്തിന്റെ പറയാൻ വേണ്ടിയാണോ സിസ്റ്റർ മ്യൂട്ട് മാറ്റിയിരിക്കുന്നത്? അതെ അതെ ബ്രദറെ, ഈ എന്റെ പറഞ്ഞതുപോലെ വീട് അതെ റോഡ് സൈഡ് തന്നെയാണ്. ജസ്റ്റ് റോഡിൽ നിന്ന് അങ്ങോട്ട് കയറുമ്പോ ഒരു മുറ്റത്തോട്ട് കയറിയിട്ട് അവിടുന്ന് വീണ്ടും ഒരു 3 സ്റ്റെപ്പ് മേളിലോട്ട് കയറുമ്പോ ഒരു ചെറിയ മുറ്റമുണ്ട്. അവിടുന്നാണ് സിറ്റ് ഔട്ടിലോട്ട് കയറുന്നത്. അത് കഴിഞ്ഞിട്ട് 2 സൈഡിലും ഓപ്പണിംഗ് ഉള്ള ഒരു ഞങ്ങൾ അടുക്കള ഭാഗത്ത് 2 സൈഡിലും ഓപ്പണിംഗ് ഉണ്ട്. പിന്നെ ആ പുറകു വശത്ത് ഒരു പുളി ഉണ്ടായിരുന്നു, റൈറ്റ് സൈഡിലും ഒരു പുളി ഉണ്ടായിരുന്നു. എന്റെ അപ്പൻ മരിച്ചു പോയത്. ഇപ്പൊ ആ വീട്ടിൽ ആരുമില്ല. ഞാനും ഒരു ആങ്ങളെയാ ഉള്ളത്. എന്റെ അമ്മ മാത്രമേ ഇപ്പോൾ. അമ്മ ആങ്ങളെയുണ്ട്. ആങ്ങള വൈഫ് ഹൗസിലും വീട്ടിലുമായിട്ട് അങ്ങനെയാ നിൽക്കുന്നത്. അതായത് ഞാൻ ഈ പറഞ്ഞതുപോലെ മുമ്പ് പുളി ഉണ്ടായിരുന്നു, ഇപ്പൊ പുളി ഇല്ല. ഇല്ല ഇല്ല, ഇതേപോലെ തന്നെ ഇപ്പൊ പറഞ്ഞ വീട് പോലെ തന്നെയാണ് സിസ്റ്ററുടെ വീട് അല്ലേ? അതെ അതെ, 2 പുളി ഉണ്ടായിരുന്നു. 2 പുളിയും വെട്ടി. ഞാൻ പറഞ്ഞത് ഈ റൈറ്റ് സൈഡിൽ ഞാൻ പുറകിലത്തെയാണ്. അതായത് എനിക്ക് അറിയാവുന്ന വീട് എൻ്റെ ആ സുഹൃത്തിന്റെ വീടാണ്. ഞാൻ ഈ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം കാണുന്നത് അതേ വീട്. ഞാൻ പ്രാർത്ഥന നമ്മൾ പ്രവചനാത്മാവിൽ തുറക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഈ വീട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ അപ്പൊ ഞാൻ ഓർത്തു ആ വ്യക്തി ഈ പ്രാർത്ഥനയെ കൂടുന്നില്ല, ആ ഭവനം ഈ പ്രാർത്ഥനയെ കൂടുന്നില്ല. അപ്പൊ ഞാൻ ഈ വീട് തന്നെയും പിന്നെയും കാണുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മ പറഞ്ഞു, നീ കാണുന്ന അതേ വീടിന്റെ രൂപത്തിൽ ഒരാൾ ഇത് കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ വീട്ടിൽ ഉണ്ടായിരുന്ന പുറകിൽ പുളി ഉണ്ടായിരുന്നു, ആ പുളി ഇപ്പൊ ഇല്ല. ആ വീട്ടിൽ ഗൃഹനാഥൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ വീട്ടിൽ ഗൃഹനാഥൻ ഇല്ല. സിസ്റ്ററുടെ വീട്ടിൽ അങ്ങനെ തന്നെയാണോ? പിതാവ് ജീവനോടെ ഉണ്ടോ? ജീവിച്ചിരിപ്പില്ല. ഇല്ല. യേശുവിന്റെ നാമത്തെടുത്തു ആ കുടുംബത്തിലെ തലമുറകളെ ദൈവം തൊടുവാന്ന് പറഞ്ഞത്. നിങ്ങളാണ് ആ തലമുറകളെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ. ദൈവം വളർത്താൻ വേണ്ടി പോവാണ്, ദൈവം ഉയർത്താൻ വേണ്ടി പോവാണ്. കുടുംബക്കാരുടെ ഇടയിൽ യേശുവിന്റെ നാമത്തിൽ മാനിക്കപ്പെടാൻ വേണ്ടി പോലും കർത്താവ് ഉള്ളത്തിൽ പറയാം, കുടുംബക്കാരുടെ ഇടയിൽ പോലും പ്രാർത്ഥിക്കാൻ വിളിക്കുന്ന രീതിയിൽ ദൈവം വളർത്താൻ വേണ്ടി പോവാ. നന്ദി യേശുവേ, നന്ദി കർത്താവ്. വളരട്ടെ, തഴച്ചു വളരട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു ബ്ലസ് ചെയ്യുന്നപ്പ കർത്താവ്. ഇന്ന് കാലപ്പഴക്കം ചെന്ന വിഷയത്തെ ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് കാണുന്നത് ഭൂതകാലത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. പഴയ കാലത്തിൽ സംഭവിച്ചത്, പുതിയ കാലത്തിൽ എന്താണ് നിൽക്കുന്നത്, ഇത് രണ്ടുമാണ് ആത്മാവിൽ കണ്ടത്. ഇതാണ് ആത്മാവിൽ നമ്മൾ സഞ്ചരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളെ ആഴത്തിലേക്ക് കൊണ്ടുപോകുന്നല്ലോ. അവരുടെ തടസ്സങ്ങളെ ദൈവമേ അങ്ങ് ബ്രേക്ക് ചെയ്യുന്നല്ലോ. നന്മകളാൽ സ്വർഗം നിറയ്ക്കുന്നല്ലോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങൾ ആ ഭവനത്തെ അനുഗ്രഹിക്കുന്നപ്പോൾ നന്ദി യേശുവേ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെട്ടവർ കൈയെടുത്ത് വെച്ചിട്ട് പറ, സൗഖ്യം എൻ്റെ ആവശ്യമല്ല, സൗഖ്യം എൻ്റെ അവകാശമാണ്, അത്ഭുതം എൻ്റെ അവകാശമാണ്. ഞാൻ എൻ്റെ കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. ഓ യേശുവേ, നന്ദി കർത്താവ്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു ഭവനം കാണിക്കുവാണ്. ആ ഭവനത്തിൻ്റെ കയറി വരുമ്പോൾ തന്നെ ടിവിയുടെ മുകളിൽ ഒരു ടൈഗർ, ഒരു പുലിയുടെ ഈ പാവ ടിവിയുടെ തൊട്ട് മുകളിൽ തന്നെ വെച്ചിരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഫോട്ടോ കയറി വരുമ്പോൾ തന്നെ ടിവിയുടെ വലതുവശത്ത്, ആ പവർ സ്വിച്ചിന്റെ മുകളിലത്തെ തട്ടിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഫോട്ടോ വെച്ചിരിക്കുന്ന ഒരു സ്ഥലവും അതിൻ്റെ കൂടെ തന്നെയുണ്ട്. ഞാനത് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ആ ഭാര്യയുടെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിൻ്റെ മേൽ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുന്നു. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയുന്നു, ഞാൻ എന്താണോ കാണുന്നത് അതിനെ യേശുവിൻ്റെ നാമത്തിൽ അങ്ങ് ബ്ലസ് ചെയ്യുകയാണ്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്ന ആ ഭവനത്തിൻ്റെ മേൽ ഞാനിങ്ങനെ കാണുന്നൊരു കാഴ്ച, ഒരു റെഡ് കളറിലെ ഒരു തലവണ
ആ ഒരു മുറിയിൽ കാണുകയാണ്. അതിൽ തലവെച്ച് കിടക്കുന്ന ഒരു വ്യക്തിയാണ് കർത്താവ് എന്നെ ആ മുറി കാണിക്കുമ്പോൾ കാണുന്നത്. ആ വ്യക്തിയോട് കർത്താവ് പറയുന്നു, ഈ ദിവസങ്ങളിൽ രാത്രി സമയത്ത് എപ്പോഴോ ഒന്ന് കരച്ചിൽ വന്നൊരു സങ്കടം വന്നൊരു വ്യക്തിയാണ്. ആ ബെഡിലോട്ട് കരഞ്ഞ് കണ്ണ് പൊത്തി നിൽക്കുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ എൻ്റെ ഉള്ളത്തെ കർത്താവ് പറയും, കണ്ണുനീരിന് മറുപടിയുണ്ട് കേട്ടോ. കരഞ്ഞ് പ്രാർത്ഥിച്ചത് കൊണ്ടല്ല, നമ്മുടെ ഹൃദയം നുറുങ്ങുമ്പോൾ യഹോവ സമീപസ്ഥനാണ്. മനസ്സ് തകർന്നവരെ ദൈവം രക്ഷിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അപാരമായ വിഷയത്തിന്റെ മേൽ യേശു ഇടപെടാൻ വേണ്ടി പോകുന്നു. ഈ അടയാളം ഉള്ള ഭവനം ഏതാണോ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പറഞ്ഞു സിസ്റ്ററെ, പറയാൻ വേണ്ടിയാണോ അതെ പാസ്റ്ററെ, എന്റെ ഭവനമാണ് പാസ്റ്റർ പറഞ്ഞ ഈ അടയാളം. ടിവിയില് ഈ പുലിയുടെ ഒരു ഇത് എന്റെ ഭവനത്തിൽ വെച്ചിട്ടുണ്ട്. അവിടെ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ഉണ്ട്. ഈ അടയാളം എന്റെ ഭവനമാണ്. ഞാൻ ഈ ഇത് ഏറ്റെടുക്കുന്നു. ഈ പില്ലോ സിസ്റ്റർ കേട്ടായിരുന്നോ? പില്ലോയുടെ കാര്യം കേട്ടായിരുന്നോ? റെഡ് കളർ യേശുവിന്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ ഭാരപ്പെട്ടോ സിസ്റ്റർ? കരയുമെല്ലാം ഇത് ഭാരപ്പെട്ടായിരുന്നോ? കേൾക്കുന്നുണ്ടോ? ഉണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ്. മക്കൾ അവിടെ UK-യിലാണ്. ഹസ്ബൻഡ് ഇല്ല. സ്വതന്ത്രം. അതായത് ഈ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ല, ആ സഹോദരീനെ ദൈവം തൊടുവാന്ന് പറഞ്ഞത്. ഞാൻ ഭാര്യയുടെയും ഭർത്താവിന്റെയും ഫോട്ടോ കണ്ടപ്പം ആ സഹോദരിയെ തൊടുന്നു. അപ്പൊ ഞാൻ ആ സഹോദരന്റെ ഫോട്ടോ കാണുന്നുണ്ട്, ആളെ കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞത്. ഇന്ന് സിസ്റ്ററെ ആ കരഞ്ഞത് ഞാൻ ചോദിച്ചോട്ടെ, രാത്രി വല്ലതും വന്ന തലവണ കിടന്ന് കരയുന്നതോ വേദനപ്പെടുന്നതോ ഞങ്ങൾ വല്ലതും കണ്ടോ? യേശു കണ്ടു ഭാരപ്പെട്ടത് കേട്ടോ. യേശു കണ്ടു ഭാരപ്പെട്ടത്. കർത്താവ് അത് ഊട്ടി ഉറപ്പിക്കുകയാണ്. ദൈവം ഭാരങ്ങളെ, ബൈബിളിൽ പറഞ്ഞ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ രക്ഷിക്കുന്ന ദൈവമാണ്. ഈ ദിവസങ്ങളിൽ മനസ്സു തകർന്നിരുന്നില്ലേ, ആ വിഷയത്തെ യേശു അത്ഭുതമാക്കാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ. ആത്മാവിൽ ബലപ്പെടട്ടെ, ശക്തിപ്പെടട്ടെ. ഈ സഹോദരിക്ക് വേണ്ടി മാത്രമാണ് ഈ ആലോചന. കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നത് കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവെ, അങ്ങ് പ്രവർത്തിക്കുന്ന വൻ കൃപയ്ക്ക് നന്ദി പറയുന്നപ്പ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഉള്ളത്തിൽ ആലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത്, കുട്ടനാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാനൊരു കാഴ്ച കാണുവാണ്. 30 സെന്റ് സ്ഥലം, 30 സെന്റ് സ്ഥലത്തിൻ്റെ അകത്ത്, ഈ 30 സെന്റ് എന്നുള്ളത് അര ഏക്കർ സ്ഥലത്തിൻ്റെ അകത്ത് ഒരു 30 സെന്റ് പോർഷൻ കർത്താവിനെ രണ്ടായിട്ട് കാണിക്കുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല. അര ഏക്കർ അവിടെ കൊണ്ട്, അര ഏക്കറിൻ്റെ അകത്ത് 30 സെന്റിന് ഒരു സ്ഥലം കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നു. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയും, ആരും സഹായിക്കാനില്ലെങ്കിലും യേശു ഉണ്ടെന്ന് പറയുന്നു. ദൈവം അതിൻ്റെ മേൽ നീക്കുപോക്ക് ചെയ്യും. ആരെല്ലാം എതിർത്താലും, ആരെല്ലാം പകച്ചാലും, കൈവിട്ടാലും യേശു കൈവിടത്തില്ല. ദൈവം നിങ്ങളെ സാക്ഷ്യമാക്കി മാറ്റുമെന്ന് പറയുന്നു. ഈ അടയാളവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ എന്നെ കേൾക്കുന്നത്, ആ യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ദൈവപ്രവൃത്തി ഇന്ന് അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? ആരാ സിസ്റ്റർ ഇത്? ഈ വിഷയം സിസ്റ്ററുടെ വിഷയം എവിടെയാ സിസ്റ്റർ സ്ഥലം? കുട്ടനാട്, മേപ്രാൽ. കുട്ടനാട്ടിലാണ് സ്ഥലം. ഈ പറയുന്ന സ്ഥലം സിസ്റ്ററുടെ ആണോ? അതെ. കർത്താവ് ഇന്ന് ആ വിഷയത്തെ തൊടുക കേട്ടോ. ആരുമില്ലെന്ന് ഇനി ഭാരപ്പെടേണ്ട കേട്ടോ. ഒരാളും വേണ്ട, നമുക്ക് യേശു മതി. ഈ പറഞ്ഞ കാര്യം സിസ്റ്ററുടെ തന്നെയാണോ? അതെ. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്ത് യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഞങ്ങൾ അതിനെ തുറക്കുന്നപ്പ, ആത്മീയ ശക്തിയാൽ തുറക്കുന്നപ്പ, ദൈവത്തിന്റെ അത്ഭുതത്തിന് നന്ദിയപ്പ. ദൈവമേ, അങ്ങ് കർത്താവ് ആത്മാവിൽ അതിനെ തൊടുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നപ്പ. ആരാധന യേശുവേ, നന്ദി കർത്താവേ. യേശുവേ, നന്ദി കർത്താവേ. എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണ്. ഒരു വിജയന്റെ ഭവനത്തെ ദൈവം തൊടുന്നു. വിജയന്റെ വീടിനോട് ചേർന്ന് തന്നെ ഒരു സഹോദര കുടുംബം താമസിക്കുന്നുണ്ട്. ആ ഒരു സഹോദര കുടുംബത്തിന്റെ അകത്ത് ഞാൻ കാണുന്നൊരു കാഴ്ച ഇച്ചിരി പഴയതാണ്. ഇതെന്നാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആ സഹോദര കുടുംബത്തിന്റെ തൊട്ടു മുമ്പിൽ ഇച്ചിരി കാലപ്പഴക്കം ചെന്നൊരു ഒരു സമയത്തിലേക്ക് പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ടുപോവുകയാണ്. ആ വീടിന്റെ മുറ്റത്തായിട്ടൊരു നിലവിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്ന ഒരു സമയത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ ഒരു കാലഘട്ടത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ അവിടെ തന്നെ ആ ഒരു അപ്പച്ചൻ
ഒരു പ്രായമുള്ള അപ്പച്ചൻ ഒരു കസേരയിട്ട് അതിൻ്റെ മുമ്പിൽ അധികം പൊക്കമൊന്നുമല്ല, ഒരു ഹൈറ്റ് കുറവുള്ള ഒരു പിതാവ് അവിടെ കസേരയിട്ട് ഇരിക്കുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുന്നു. ആ ഒരു പിതാവ് അവിടെ ഇരിക്കുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് കുടുംബങ്ങളും ചേർന്നാണ് ഇരിക്കുന്നത്. ആ ഒരു കാഴ്ച, ഒരു ദർശനമാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ഇച്ചിരി കാലം പഴക്കമുള്ള കാലമാണ്. യേശുവിൻ്റെ നാമത്തിൽ സകല അവകാശവാദങ്ങളെ ഞങ്ങൾ ഇന്ന് ബ്രേക്ക് ചെയ്യുന്നു. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പോൾ ആ സ്ഥലത്തിൻ്റെ മേലുള്ള സകല വാദങ്ങളെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഈ ഭവനം ശ്രദ്ധിച്ചോണം. ഈ വിജയൻ എന്ന് പറയുന്ന വീടിനോട് തൊട്ട് ചേർന്ന് തന്നെ സഹോദര കുടുംബം താമസിക്കുന്നു. ആ സഹോദര കുടുംബത്തിൻ്റെ അകത്തുള്ള ആ കുടുംബത്തിൽ നിന്നാണ് ഈ പറയുന്ന ഈ അപ്പച്ചനെ ഞാൻ കാണുന്നത്. അപ്പച്ചൻ കസേര ഇട്ടിരിക്കുന്നത്, അതായത് ഇന്നുള്ള അപ്പച്ചനല്ല, അദ്ദേഹം മരണപ്പെട്ടു പോയി, കാലം കഴിഞ്ഞു. ഇപ്പം ഞാൻ കാണുന്നത് ജീവനോട് ഇരുന്ന് അപ്പച്ചൻ അവിടെ കസേര ഇട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോഴത്തെ സമയമല്ല, അത് പഴയ പോലെ സ്ഥലമാണ്. പക്ഷെ ഇപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേരിൽ ഒരു വലിയ ഭാരം, ഒരു പ്രശ്നം കിടക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഊരാ കുടുക്ക് പോലെ ചില വിഷയങ്ങൾ കിടക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് ഇന്ന് വിഷയത്തെ സ്വീകരിച്ചോണം. ദൈവം ആ വിഷയത്തിന് മേൽ ഇടപെടാൻ വേണ്ടി പോകുന്നു. ഇന്ന് മുതൽ കർത്താവ് പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? അല്ലെങ്കിൽ നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. നന്ദി യേശുവേ. ഇന്ന് സൂമിലോ ലൈവിലോ ആണെങ്കിൽ ആ വ്യക്തി എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇന്ന് ഞാൻ ആ അനുഗ്രഹത്തെ സ്വീകരിക്കുന്നു പറഞ്ഞുകൊണ്ട് ആമേൻ പറഞ്ഞ് ആലോചനയെ സ്വീകരിച്ചു. ദൈവം ആ വിഷയത്തിൻ്റെ മേൽ വിടുതൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. എത്ര വലിയ പാരമ്പര്യ ശക്തിയാണെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ്റെ മേൽ അവകാശമില്ല, തൊടുവാൻ കഴിയത്തില്ല. ഇപ്പോൾ ഞാൻ അതിനെ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ ദൈവത്തിൻ്റെ സമാധാനം ഇന്ന് ആ വിഷയത്തിൻ്റെ മേൽ ഉണ്ടാകട്ടെ. ഇന്ന് ആ വ്യക്തി ലൈവിലായിക്കോട്ടെ സൂമിലായിക്കോട്ടെ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വിളിച്ചു പറഞ്ഞാട്ടെ, ഞാൻ ഭാരപ്പെടത്തില്ല, ഞാൻ ഭയപ്പെടത്തില്ല, ഞാൻ ഈ വിഷയത്തിൻ്റെ മേൽ അത്ഭുത സാക്ഷ്യമായിട്ട് മാറും, ഞാൻ അത്ഭുത സാക്ഷ്യമായിട്ട് മാറും, ഞാൻ ദൈവത്താൽ ആ വിഷയത്തിൻ്റെ മേൽ ജയാളിയായി തീരുമെന്ന് വിശ്വസിച്ചു, ഏറ്റുപറഞ്ഞു, ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു. ദൈവം അത് സാക്ഷിയാക്കി മാറ്റും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നന്ദി കർത്താവേ. കർത്താവ്, ഞങ്ങൾ ഇപ്പോൾ തന്നെ ആ വിഷയത്തെ ഇപ്പോൾ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നപ്പ ഈ സമയത്ത് തന്നെ രോഗികളായി ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറഞ്ഞ്, യേശുവേ, അങ്ങയുടെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, അങ്ങയുടെ നാമത്തിൽ എനിക്ക് ആരോഗ്യം വന്നിരിക്കുന്നു. ഈ നിമിഷം എൻ്റെ കാഴ്ച വർദ്ധിക്കുന്നു, എൻ്റെ കേൾവി കണ്ണാടി ഇല്ലാതെ ഞാൻ വായിക്കും, കേൾവി വർദ്ധിക്കുന്നു, ഞാൻ സംസാരിക്കും. ഇന്ന് നടക്കാൻ കഴിയാത്തവർ എന്നെ കേൾക്കുന്നുവെങ്കിൽ ഒന്ന് ഉറക്കെ പറയും, യേശു ഞാൻ നടക്കാൻ വേണ്ടിയുള്ള വില ക്രൂശിൽ കൊടുത്ത. റോമൻ ഗവൺമെന്റ് മാറി മാറി അടിച്ചപ്പോൾ ഞാൻ നടക്കാൻ വേണ്ടിയാ യേശു മുറിവേറ്റത്, ഞാൻ സംസാരിക്കാൻ വേണ്ടിയാ യേശു മുറിവേറ്റത്, ഞാൻ കാണാൻ വേണ്ടിയാ യേശു മുറിവേറ്റത്, ഞാൻ രോഗിയായിരിക്കാൻ വേണ്ടിയല്ല, ഞാൻ സൗഖ്യത്തിൽ ഓടിച്ചാടി ദൈവത്തെ ആരാധിക്കുവാൻ, ദിവ്യാരോഗ്യത്തോടെ ഇരിക്കുവാൻ യേശു എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടു. നന്ദി യേശുവേ, നന്ദി കർത്താവേ, അങ്ങ് തൊട്ട് സൗഖ്യമാക്കി നന്ദി യേശുവിൻ്റെ. ഈ ദിവസങ്ങളിൽ കടഭാരത്തിൻ്റെ അകത്തിരിക്കുന്നവരെ ഒന്ന് പറഞ്ഞ് എൻ്റെ കൂടെ പറ, ഞാൻ വായ്പ മേടിക്കത്തില്ല. ഉറക്കെ പറഞ്ഞ്, വായ്പ മേടിക്കത്തില്ല. ഒന്ന് പറ, വാരി വിതറി കൊടുക്കും, നന്മയും കരുണയും എൻ്റെ ആയുഷ് കാലമൊക്കെയും വരും. ഇതൊന്ന് പറഞ്ഞേ, വലിയ വാതിൽ തുറന്നു വരും, ദൂതന്മാർ കൊണ്ടുതരും, മിറക്കിൾ മണി വരും. ഞാനീ പറയുന്നത് ചിട്ടി അടിക്കുന്ന കാര്യമോ ലോട്ടറി അടിക്കുന്ന കാര്യമോ ഒന്നുമല്ല. സ്വർഗത്തിന്റെ കിളിവാതിൽ തുറന്ന് ബൈബിൾ പറയുന്നു, സ്ഥലം പോരാതെ വണ്ണം ഞാൻ നിന്നെ അനുഗ്രഹിക്കും. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, സംഭവിക്കും. മന്ന കൊഴിഞ്ഞതുപോലെ സംഭവിക്കും, മീൻ്റെ അകത്ത് നന്മ വെച്ചതുപോലെ സംഭവിക്കും. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഈ സമയത്ത് സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ ഇത് പറയാനുള്ള അവസരമാണ്. അതിനു മുമ്പായിട്ട് ഞാൻ കർത്താവിന്റെ വേലയിൽ വിതച്ച മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ കൊയ്ത്തിനായി നമ്മൾ വിതച്ചിരിക്കുന്നു, സുവിശേഷത്തിനായി വിതച്ചിരിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ വിതയ്ക്കുന്നവൻ കൊയ്യും എന്ന വചനത്താൽ ബ്ലസ് ചെയ്യുന്നപ്പ അവരുടെ ജോലിയിൽ, ബിസിനസ്സിൽ വർദ്ധിക്കും, തകർന്നു പോകത്തില്ല, നശിച്ചു പോകത്തില്ല, വായ്പ മേടിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ വിശാലതയുണ്ടാകും. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ വാരി വിതറി കൊടുക്കുവാൻ. കഴിഞ്ഞ ദിവസം സ്തുതി സഹോദരി പറഞ്ഞതുപോലെ തന്നെ, കർത്താവെ എനിക്ക് ശമ്പളം ഇച്ചിരി എങ്ങനെ തന്നാമെന്ന് പറഞ്ഞു. ഇന്ന് സഹോദരി പറഞ്ഞതുപോലെ തന്നെ ആ ചോദിച്ച ശമ്പളമാണ് ഇപ്പൊ ദശാംശം കൊടുക്കുന്നത്. എല്ലാ മാസവും സഹോദരി അയച്ചു തരുന്നുണ്ട്.
ഒന്നോർത്തേക്ക് അതെങ്കിലും കിട്ടിയാൽ മതി എന്നായിരുന്നു പ്രാർത്ഥിച്ചത്. പക്ഷെ ദൈവം കൊടുത്തത് ഇപ്പം ആ ചോദിച്ചതാണ് ഇപ്പൊ ദശാംശം കൊടുക്കുന്നത്. ദൈവം വളർത്തി, ദൈവം കൊടുത്ത സമൃദ്ധിക്ക് നന്ദി. വാരി വിതറി കൊടുക്കുവാൻ നന്മ തരും, സമൃദ്ധി തരും. ആ പോക്കറ്റിനെയും പേഴ്സിനെയും എല്ലാം ഞാൻ അനുഗ്രഹിക്കുന്നപ്പോൾ കാലിയാകത്തില്ല, വാരി വിതറി കൊടുക്കുമെന്ന് വചനം പറയുന്നു. ഐശ്വര്യവും സമ്പത്തും ഉണ്ടാവും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ നിങ്ങൾക്ക് പറയാനുള്ള സമയമാണ്. ഒരേ ആലോചന ഒരേപോലെ വരുമ്പോൾ ബ്രദർ അത് എൻ്റെയും കൂടെ കാര്യമാണെന്ന് എടുത്തു പറയണ്ട. കാരണം നിങ്ങൾ അടുത്ത ആൾക്കും കൂടെ ഒരു അവസരം കൊടുക്കുകയാണ്. ഇനി സൗഖ്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ നീട്ടിപ്പോകരുതേ. കാര്യം നമുക്ക് സമയപരിമിതി ഉണ്ട്. കർത്താവ് എന്താണോ നിങ്ങൾക്ക് ചെയ്തത്, എന്താണ് നിങ്ങളുടെ രോഗമാണെങ്കിൽ എന്താണ് വിഷയം, അത് ദൈവം എനിക്ക് ചെയ്തു, അത് നിങ്ങൾ പറയുക. കാര്യം ഇത് കേൾക്കുന്ന ഒരു വ്യക്തിക്ക് യേശുവിൻ്റെ സൗഖ്യം അനുഭവിക്കുവാനും അത്ഭുതം അനുഭവിക്കുവാനും നിങ്ങൾ അവരെ സഹായിക്കുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആരെങ്കിലും സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ ചുരുക്കം വാക്കുകളിൽ പെട്ടെന്ന് പറഞ്ഞാട്ടെ. ഹലോ പറഞ്ഞോട്ടെ. ഒരു മിനിറ്റ് ഇപ്പൊ സിസ്റ്റർ ഒരു പറഞ്ഞു. സാക്ഷ്യം പറഞ്ഞില്ലായിരുന്നു. 1973 പിന്നെ ഫെബ്രുവരി എന്നും പറഞ്ഞു ഒരു ഫ്ലൈറ്റിൽ കയറി പോകുന്നതായിട്ട് കാണുന്നെന്ന് പറഞ്ഞു. അത് ഞാൻ ഏറ്റെടുക്കുന്നു. കാരണം മോന് വേണ്ടി ഞാൻ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പം 1973 ഞാൻ ജനിച്ചതും എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഫെബ്രുവരിയിലാണ്. അപ്പം മോന് ഇന്നലെ ഒരു ഖത്തറിൽ നിന്ന് ഞാൻ അജിത സിസ്റ്ററിനെ വിളിച്ച് 2 ദിവസം മുമ്പേ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചായിരുന്നു. അപ്പം പറഞ്ഞു എത്രയും പെട്ടെന്ന് തുറക്കുമെന്ന് പറഞ്ഞു. ഇന്നലെ മോന് ഖത്തറിൽ നിന്ന് ഒരു ഇത് സെലക്ട് ആയി. ഞാനത് ഭാരപ്പെടുവാണ്, വിടണോ വേണ്ടയോ, മെഡിക്കൽ എടുക്കണോ എന്നുള്ള കൺഫ്യൂഷനിൽ ആകെ ഭാരപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാണ് ഇത് പറഞ്ഞത്. അതുകൊണ്ട് പറയണം എനിക്ക്. ഇത് വലിയൊരു കൺഫർമേഷൻ ആണ്. അതായത് പ്രയർ ലൈനിൽ വിളിച്ച സമയത്ത് ജസ്റ്റ് ജനിച്ച വർഷവും ഹസ്ബൻഡിന്റെ ഡേറ്റ് വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഇത് കർത്താവ് എന്തുകൊണ്ടാണെന്നറിയാം അങ്ങനെ ഇടപെട്ടത്. സഹോദരന്റെ മനസ്സിലേക്ക് ദൈവം ഒരു വഴി തുറന്നപ്പോൾ ഒരു ഭാരം വന്ന് വിടണോ വേണ്ടയോ എന്നല്ലേ, ദൈവത്താലാണോ സംശയം വന്നു. പക്ഷെ കർത്താവ് എന്ത് ചെയ്തു? ആഴത്തിൽ ഇന്ന് ജനിച്ച വർഷം ഉൾപ്പെടെ വെളിപ്പെടുത്തി ഉറപ്പ് തരികയാണ്. ഇത് ദൈവത്താൽ തുറന്ന യാത്രയാണ്. ധൈര്യമായിട്ട് മകൻ ഫലം കായ്ച്ച് മടങ്ങി വരും കേട്ടോ. ഗോഡ് ബ്ലസ് യു. നന്ദി കർത്താവേ. ഗോഡ് ബ്ലസ് യു. കർത്താവ് ആമേൻ ആമേൻ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ വേണ്ടി? ഹലോ ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാം. രാജസ്ഥാനിലെ എന്ന് പറഞ്ഞ ആദ്യം ഒരു കാര്യം പറഞ്ഞായിരുന്നേ. രാജസ്ഥാനിൽ പോയി വിവിധ അനുഭവങ്ങളായിട്ട് വന്ന അത് എന്റെ മകനും മരുമകളും രാജസ്ഥാനിലായിരുന്നു. അവരവിടെ ആയിരുന്നപ്പോൾ പിണങ്ങി പോന്നു രണ്ടുപേരും തമ്മിൽ. എന്നാ സിസ്റ്ററെ സംഭവിച്ചത്? എന്ന് സംഭവിച്ചതായി കാര്യങ്ങള്? 3 വർഷമായിട്ട് അവരിങ്ങനെ ഇപ്പോഴും രണ്ടുപേരും രണ്ടിടത്താണ് താമസം. അപ്പൊ ഇന്ന് നാളെ വെളുപ്പിന് അവൻ വീണ്ടും മരുമോളെ അവന്റെ ഭാര്യയെ കാണുന്നതിന് വേണ്ടി പോകും. ഇപ്പോഴവര് ഡൽഹിയിലാണ്. അവൻ നാളെ വെളുപ്പിന് അവൻ പോകും. അപ്പൊ പ്രാർത്ഥിക്കണം. ദൈവ അത്ഭുതമാണ് സിസ്റ്ററെ. ഞാൻ ചോദിച്ചോട്ടെ, ഈ പ്രവചനം സിസ്റ്റർ കേട്ട സമയത്ത് എന്നോട് വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? രാജസ്ഥാനിൽ ഞങ്ങൾ പോയ മകൻ എങ്ങോടെയായിരുന്നു, ഈ കാര്യങ്ങൾ വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പ്രയർ ലൈനിലോ ഞങ്ങളോട് വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല. പരിശുദ്ധാത്മാവ് തുറന്ന കേട്ടോ. ആ കുടുംബം തകരുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ആ ആലോചന സ്വീകരിച്ച് വചനത്തിൽ ബലപ്പെട്ടു. ആ കുടുംബ ജീവിതത്തിന്റെ അകത്ത് വിള്ളൽ ഉണ്ടാക്കാൻ നോക്കിയ പിശാചുക്കൾ വിട്ടുമാറും. അത് സാക്ഷ്യമായിട്ട് മാറും കേട്ടോ. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചത് അത്ഭുതമാകും കേട്ടോ. യേശുവിന്റെ നാമത്തിൽ നാളെ അവളടുത്ത് എത്തുമ്പോ ഇത് അത്ഭുതം. ഞാൻ ചോട്ടെ, ഈ കാര്യം വല്ല സിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇതിൽ പറയാൻ എന്നാ ഉറപ്പാ വേണ്ടത്? ദൈവാത്മാവ് ഇടപെട്ടു കേട്ടോ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ആമേൻ. കർത്താവ് റേച്ചലിന്റെ കാര്യം പറഞ്ഞല്ലോ ബ്രദറെ. റേച്ചലിന് ഒരു സാക്ഷ്യമാക്കാൻ പോകുന്നു. മാത്യു എന്ന് പറയുന്ന ഒരു സഹോദരന്റെ പേരും പറഞ്ഞ് ഞാനത് ഏറ്റെടുക്കുന്നു ബ്രദറെ. മാത്യു ആരാ സിസ്റ്ററെ? മാത്യു എനിക്ക് അറിവില്ല. എന്റെ ബന്ധത്തിൽ അങ്ങനെ ഒരാളെ എനിക്ക് അറിവില്ല. ഈ റേച്ചലുമായിട്ട് ബന്ധപ്പെട്ട് മാത്യു എന്ന് പറഞ്ഞ ഒരാളെ അനുഗ്രഹമാക്കി ദൈവം മാറ്റുന്ന പറഞ്ഞു. അങ്ങനെ അറിയത്തില്ലെങ്കിൽ ആ പേര് കുറിച്ചിട്ടോണം. കർത്താവിന്റെ നാമത്തിൽ ആ വ്യക്തി ഒരു സാക്ഷ്യമാക്കി ദൈവം മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ്. ആമേൻ. യേശുവിന്റെ നാമത്തിൽ തന്നെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യത്തിനായിട്ടുള്ളവര്? എനിക്കൊരു കാര്യം പറയാം.
പറഞ്ഞു. ബ്രദറെ ഇപ്പം കുറച്ചു മുമ്പ് ഒരു സഹോദരി പറഞ്ഞ പോലെ ഒരു 3-4 മാസം മുന്നേ ഇതുപോലെ ബ്രദർ പ്രാർത്ഥിച്ച് പറഞ്ഞായിരുന്നു ഒരു സൂരജ് എന്ന് പറഞ്ഞ ഒരു മോന്റെ വിഷയത്തിൽ. അത് എന്റെ മരുമോനാണ്. ഈ പറഞ്ഞ പോലെ എന്റെ മോളും മരുമോനും ചെറിയൊരു പിണക്കത്തിൽ ഇപ്പം 3 വർഷമായിട്ട് അവര് മാറി നിൽക്കുവാണ്. അപ്പൊ ബ്രദർ അന്ന് ഒരു 3 മാസം മുന്നേ ബ്രദർ പറഞ്ഞു അതിനകത്ത് സൂരജിന്റെ ഒരു ഇതിൽ മാറ്റം വരുന്നു എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ അത് വിശ്വസിച്ചായിട്ട് എടുത്തു. എന്റെ സഹോദരിയും ബ്രദറിനെ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പം അവർക്കൊരു കൗൺസിലിംഗ് വെച്ചിട്ട് കഴിഞ്ഞ മാസം ഒരു കൗൺസിലിംഗ് ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരും കൂടെ ഫാമിലി കോർട്ടില്. അപ്പൊ അന്നും ഒത്തു പോയില്ല. ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇന്നിപ്പോ നാളെയാണ് അടുത്ത ഇവരിൽ കാണുന്നത്. നാളെ കൗൺസിലിംഗ് ഒന്നുകൂടെ വെച്ചിട്ടുണ്ട്. അപ്പം അതൊരു പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കണം. നാളെ ഇവരെ ദൈവം ഒന്നിപ്പിക്കണമെന്ന് ഇപ്പൊ ഈ സിസ്റ്റർ പറഞ്ഞ പോലെ ഇവര് 3 വർഷമായിട്ട് മാറി നിൽക്കുന്നു. നാളെ കാണുന്നു. അത്ഭുതമായിട്ട് മാറി. ഇന്ന് മുതൽ പറഞ്ഞോണം, യേശുവിന്റെ നാമത്തിൽ എന്റെ കുടുംബത്തിൽ എന്റെ തലമുറകൾ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും, സമാധാനത്തോടെ ജീവിക്കും തന്നെ പറഞ്ഞുകൊണ്ടിരുന്നോണം. അവിടെ ദൈവാത്മാവ് ഇടപെടും യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ, കർത്താവിന്റെ നാമത്തിൽ തന്നെ. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഒരാൾ സംസാരിക്കുമ്പം ഞാൻ മറ്റാളുകളെ മ്യൂട്ട് ചെയ്യുന്നുണ്ട്. കാര്യം ഒരുമിച്ച് സംസാരിച്ചാൽ പറയുമ്പോൾ സൗണ്ട് ബ്രേക്ക് ആകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരാൾ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ മ്യൂട്ട് ആകും. അപ്പം നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. സാക്ഷ്യം പറയാനുള്ളവർ ചാടിപ്പോകരുത്, ദേഷ്യപ്പെട്ടു പോകരുത്. സാക്ഷ്യം കേൾക്കണം. ഒരു സാക്ഷിയാണ് മറ്റൊരു സാക്ഷി ഉളവാക്കുന്നത്. ഗോഡ് ബ്ലെസ് യു. ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ ചുരുക്കം വാക്കുകളിൽ പറയണേ. പറഞ്ഞാട്ടെ. പറഞ്ഞോ. ഹലോ പറഞ്ഞോ. ദേവദാസിനെ ഞാൻ കണ്ടിന്യൂസ് മീറ്റിംഗ് കേട്ടോണ്ടിരിക്കുക. മറ്റേത് എനിക്ക് പ്രാർത്ഥിക്കെങ്കിൽ പോലും ഇപ്പൊ ഈ പ്രാർത്ഥന അറ്റൻഡ് ചെയ്തതിനു ശേഷം ഉറങ്ങാനേ പറ്റുന്നില്ല. കാര്യം പ്രാർത്ഥിക്കണം 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 എന്ന് അങ്ങനെ എപ്പോഴും പ്രാർത്ഥിച്ചും ദേവദാസൻ പറയുന്ന ഓരോ ദിവസം പറയുന്ന വചനങ്ങൾ അത് എടുത്തുകൊണ്ട് തന്നെ ഒരു എന്താ പറയാ ഒരു വലിയ സന്തോഷം. ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, പക്ഷെ എനിക്ക് ഒരുപാട് സന്തോഷം. ഞാൻ വചനത്തിൽ ഇങ്ങനെ സന്തോഷിക്കുക. അപ്പൊ ഇന്നലെ രാത്രി ആകെ ഞാൻ 3 മണിക്കൂറേ ഞാൻ ഉറങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഞാൻ എന്നേരൊക്കെ പ്രാർത്ഥിച്ചു, കർത്താവ് ഇന്ന് രാത്രിയിൽ നിഖിൽ ദേവദാസൻ ശുശ്രൂഷിക്കുമ്പോൾ അതിശക്തമായി ഓരോ മനുഷ്യനും വലിയ വിടുതലായി തീരും, എനിക്കും വിടുതലായി തീരണം, എന്നോട് ദൈവം സംസാരിക്കണം. അപ്പോ ദേവദാസൻ ഇപ്പൊ പറഞ്ഞൊരു ഈ നേരത്തെ പറഞ്ഞ ഒരു ദൂത് ഇതാണ്. 1973 ഫെബ്രുവരി ജനിച്ചൊരു വ്യക്തി. അത് ഞാനാണ്. വേറെ ആരും ഉണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ അത് ഞാനാണ്. അപ്പൊ ഞാൻ ആ ദൂത് എടുക്കുകയാ. കർത്താവെ ഒന്നാൽ എന്നോട് സംസാരിക്കാനുണ്ട്, ഇന്ന് എന്നോട് ഇടപെടണം. അങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അപ്പോ എനിക്കത് വലിയ സന്തോഷമായി. ഗൾഫിൽ പോകണം അതൊന്നുമല്ല കാര്യം, പക്ഷെ എന്നോട് ദൈവം എന്നെ കണ്ടു. അതെനിക്ക് വലിയ സന്തോഷമായി. ഞാൻ പിന്നെയും ദേവദാസന് നന്ദി പറയാണ്, ദൈവത്തിന് നന്ദി പറയാണ്. എന്നെ കേട്ടോണ്ടിരിക്കുക ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ശുശ്രൂഷ വലിയൊരു അനുഗ്രഹം, എന്താ പറയണമെന്ന് എനിക്കറിയത്തില്ല, അത്ര അനുഗ്രഹമായി പോണു. ഗോഡ് ബ്ലസ് യു ദേവദാസനെ. ദൈവത്തിന് നന്ദി പറയുന്നു. ഓക്കെ, നന്ദി കർത്താവ് എന്ന് പ്രിയസ് പറഞ്ഞ പോലെ കർത്താവ് കൊടുത്ത ബലത്തിനും ധൈര്യത്തിനും നന്ദി, ആലോചനയ്ക്കും നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് ഇനിയും പ്രാർത്ഥനയിൽ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ബ്രദറെ, ഇന്നലെ ബ്രദർ ഒരു ആലോചന പറഞ്ഞായിരുന്നല്ലോ. ടിവിയുടെ അടുത്തൊരു മഞ്ഞ ഒരു ചെറിയ ഒരു താറാവിന്റെ ഒരു ഇതായിരിക്കുന്നെന്നും പിന്നെ 3 മാസത്തിന് മുമ്പേ തിരുവനന്തപുരത്ത് ട്രെയിനിൽ പോയെന്നും പറഞ്ഞായിരുന്നല്ലോ. അത് ഞാനായിരുന്നു. ഞാൻ അത് ഏറ്റെടുക്കുന്നു. ഏറ്റെടുത്തു. ഒരേ ആലോചന ഒരേപോലെ ഏറ്റെടുത്തോണം. ദൈവം അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. യേശുവിന്റെ നാമം. ആമേൻ. ആമേൻ. ബ്രദറെ, ഞാനും 73 ഫെബ്രുവരി ജനിച്ച ആളാണ്. ഒരേ ആലോചന ഒരേപോലെ വരുമ്പോൾ ഏറ്റെടുത്താൽ മതി. നിങ്ങൾ എടുത്തു പറയണമെന്നില്ല, ഏറ്റെടുത്താൽ മതി. അടുത്ത കൂടെ നമ്മൾ അവസരം കൊടുക്കുക. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ആമേൻ. സ്തോത്രം. എന്റെ പേര് റേച്ചൽ എന്നാണ്. എന്റെ ഹസ്ബൻഡിന്റെ പേരിന്റെ ലാസ്റ്റിലെ തോമസ് ജെ മാത്യു വല്യപ്പച്ചനോ ആരേലും ആയിരിക്കും, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ 2017 ഞങ്ങള് ഹൗസ് ബോട്ടില് പോയായിരുന്നു കുടുംബം. പക്ഷെ 8 പേരല്ല, ഞങ്ങള് ഫാമിലി എല്ലാരും ഉണ്ടായിരുന്നു. എന്റെ ബ്രദറിന്റെ മോടെ മാര്യേജ് കഴിഞ്ഞിട്ട് ഞങ്ങള് എല്ലാരും കൂടെ ഹൗസ് ബോട്ടിൽ പോയായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു? ഞാൻ 8 പേരെ അതിനകത്ത് കാണുന്നുള്ളൂ, അതുകൊണ്ടാണ് ചോദിച്ചത്. എത്ര പേരുണ്ടായിരുന്നു? 8 പേരല്ലായിരുന്നു, 8 പേര് കൂടുതലുണ്ടായിരുന്നു. പക്ഷെ 2017 2017 ഹൗസ് ബോട്ടാണ്. പക്ഷെ ഞാൻ 8 പേരെ കാണുന്നുള്ളൂ. എന്റെ കണക്കിൽ ദൈവാത്മാവിൽ കാണുന്നത് 8 പേരെയാണ്. അതിൽ എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അതാ ഞാൻ എടുത്തു പറഞ്ഞത്. 8 പേരെ കാണുന്നു. ആ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് യേശുവിന്റെ നാമത്തിൽ 2017 മുതൽ ഇന്ന് വരെയുള്ള വലിയൊരു ഭാരമുണ്ട്.
അത് കർത്താവ് സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്ന സിസ്റ്റർ പറഞ്ഞത്. സിസ്റ്ററുമായിട്ട് അപ്പൊ ബന്ധപ്പെട്ടതാണ്. 2017 എന്റെ ഹസ്ബൻഡ് മരിച്ച വർഷമാണ്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഭാരം ദൈവം എടുത്തു മാറ്റാൻ വേണ്ടി ആ പോകുന്നു. ദൈവം ആ വിഷയത്തിന്റെ ആ മേൽ വലിയ യേശുവേ. സമാധാനം തരാൻ വേണ്ടി പോവാന്നാ പറഞ്ഞത്. സഹോദരിയുമായിട്ട് ആലോചന ബന്ധപ്പെട്ടെങ്കിൽ ആമേൻ പറഞ്ഞു. അതിന്റെ സാക്ഷ്യം തുറക്കാൻ വേണ്ടി പോവാ. വലിയൊരു സമാധാനം ദൈവം ആമേൻ പോവാന്ന് പറഞ്ഞു കേട്ടോ. യേശുവിന്റെ നാമത്തിൽ ആമേൻ ഗോഡ് ബ്ലെസ് യു. ആമേൻ. ആമേൻ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദറെ ബ്രദർ. ഹലോ ചൊവ്വാഴ്ച ബ്രദർ. രാ- ഹലോ. എന്തോ പറഞ്ഞു 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 ചൊവ്വാഴ്ച രാത്രിയില് അതിനു മുമ്പ് കഴിഞ്ഞ ആഴ്ച ബ്രദർ പറഞ്ഞായിരുന്നു 3 സഹോദരന്മാര് ഗോപി എന്ന് പറഞ്ഞ 3 സഹോദരന്മാരുണ്ടെന്ന്. അപ്പൊ അവര് വേറെ ആരും പറഞ്ഞില്ല, ഞാനത് ഏറ്റെടുത്തായിരുന്നു. അപ്പൊ എനിക്ക് അവിടേക്ക് പോയി അവരോട് പറയണം എന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ ഓരോ ദിവസം ഇങ്ങനെ മാറി മാറി ഇരുന്നു. ചൊവ്വാഴ്ച രാത്രിയായപ്പോ ഞാൻ നല്ല ഉറക്കത്തില് ഭയങ്കരമായിട്ട് അന്യഭാഷ പറഞ്ഞുകൊണ്ട് കിടന്നു. നേരം വെളുത്തപ്പോ എനിക്ക് ശക്തമായിട്ട് എന്റെ മനസ്സ് പറഞ്ഞു ഇന്ന് പോണം. അപ്പൊ എനിക്ക് ഇനി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എനിക്കതിലും വിഷമമായി. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, ആരോടൊന്നും വാങ്ങിക്കാതെ ദൈവം തന്നെ തരണേ എന്നുള്ള തന്നു എന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്നാലും എനിക്കതിന് പറ്റിയില്ല. അപ്പൊ ഞാൻ അന്ന് പോയി. അന്നേരം തലേദിവസങ്ങളൊന്നും അവരവിടെ ഇല്ലായിരുന്നു. ഞങ്ങൾ പോയി സുവിശേഷം പറയാൻ ഇടയായി. അവർക്കത് വളരെ അനുഗ്രഹമായിരുന്നു. ഞാൻ ഭാരപ്പെട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ഇതിലേക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ഇതിലേക്ക് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഒത്തിരി കളിയാക്കി. മരിച്ചടക്കിനൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കരമായിട്ട് ഞങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് ഒത്തിരി പ്രാവശ്യം. ഞങ്ങൾ ഒരു കാര്യത്തിനൊന്നും വിളിക്കാറില്ലായിരുന്നു. അപ്പൊ ഇപ്പൊ ചെന്ന് ഞങ്ങൾ ബൈബിളും കൊടുത്ത് ട്രാക്റ്റ് കൊടുത്ത് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ഈ നല്ല കാര്യം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ വളരെ അനുഗ്രഹിച്ച് അവിടുന്ന് ഇറങ്ങി പോരുവാൻ ഇടയായി. പിന്നെ വേറൊരു കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ച ബ്രദർ പറഞ്ഞു ആനിക്കാടുള്ള ബിന്ദു എന്ന് പറഞ്ഞ് അതിന്റെ കുരുക്കഴിയുവാണെന്ന് പറയാൻ ഇടയായി. അതും അവിടെ ഞങ്ങള് പെരുമ്പാവൂരാണ്, അവിടെയും പോയി കാണുവാൻ ഇടയായി. പോസ്റ്റ് ഓഫീസിൽ മെയിൻ ആയിട്ടിരിക്കുന്ന ചേച്ചിയാണ്. അതിനു വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെയും ദൈവം അനുഗ്രഹിച്ചു. ദൈവത്തിന്റെ ആ വലിയ മഹാകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയിരിക്കുകയാണ്. ഇന്നലെയും പോയി, ഇന്നും പോയി. അപ്പൊ കർത്താവിന്റെ ദാസന് ഞങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് കുടുംബമായിട്ട് പ്രാർത്ഥനയെന്ന് അപേക്ഷിക്കുന്നു. ഇത്രയും ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയുകയാണ്. പറഞ്ഞ പോലെ തന്നെ ദൈവം പ്രവർത്തിച്ച പ്രവചന ആലോചനയുടെ നിവൃത്തിയാണ് നിങ്ങളിപ്പോ കേട്ടത്. ആ ഭവനങ്ങൾ നിന്ദിച്ചൊരു ഭവനമാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് അവരുടെ പേര് വെളിപ്പെടുത്തി ആ ഭവനത്തിൽ പോയി ദൈവാത്മാവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഇന്ന് ഇടയാക്കി. വലിയ പ്രവർത്തികളാൽ ദൈവം നടച്ചല്ലോ. ഇനിയും അനേകർക്ക് പ്രയോജനപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ്. ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞായിരുന്നു, ഞാൻ അതെന്റെ ഓർമ്മയിൽ അത് മാറിപ്പോയതാണ്. എന്താ പറഞ്ഞത്, ദൈവത്തിന്റെ മോശയുടെ കൈ ഉയർത്തി പിടിച്ച കാര്യം ഞാൻ പേര് പറഞ്ഞപ്പോഴും സാരം പറഞ്ഞപ്പോഴൊരു വ്യത്യാസം വന്നു. നിങ്ങൾ വെറുതെ അതേ പിടിച്ച് കയറരുത്. ഞാൻ ഇപ്പോഴീ കമന്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മുടെ റൂമിലല്ല കേട്ടോ, അല്ലാതെ കമന്റ് ചെയ്യുന്നവർ വെറുതെ നിങ്ങൾ അതേ പിടിച്ച് കയറണ്ട. നിങ്ങളും ഞാനും ഒക്കെ എല്ലാം ഓർത്തിരിക്കുന്നവരൊന്നും അല്ല. നമുക്ക് എല്ലാം മറവികൾ വരും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയെന്നിരിക്കും. ഞാൻ എപ്പോഴും പറത്തില്ലേ, നമുക്ക് മിസ്റ്റേക്കുകൾ പറ്റും, തെറ്റുകൾ വായിന്ന് വരുന്ന വാക്കുകൾ വ്യത്യാസം വരും. എല്ലാവരും തികഞ്ഞവരൊന്നുമല്ല. അതേ പിടിച്ചു പോകാൻ എനിക്ക് പറയണം, ഞാൻ എൻ്റെ വഴിക്ക് പോകും കർത്താവിന്റെ നാമത്തിൽ. വെറുതെ അതേ പിടിച്ച് പിശാചിന് ഇടം കൊടുക്കാതെ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സാക്ഷിയുള്ളവരുണ്ടെങ്കിൽ പിന്നെയും പറഞ്ഞാട്ടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. വേഗത്തിൽ പറഞ്ഞു, സമയം നമുക്ക് ഒത്തിരി. ഹലോ ബ്രദർ. എന്തോ പറഞ്ഞു. ഹലോ. ഇത് എന്റെ കുടുംബം പറഞ്ഞല്ലേ, ആ കുട്ടി ഞാൻ എന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ബ്രദർ. ഇന്നലെയും കൂടി അവരെ വിളിച്ച് സംസാരിച്ചു. നമ്മുടെ വീട് പണിയുന്നത് ഈ യദുവിന്റെ അച്ഛനാണ്, ഒരു എഞ്ചിനീയർ. ഈ കുട്ടി ജനിച്ചപ്പോ തൊട്ടേ കുട്ടിക്ക് ഫിക്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ കുട്ടി 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഈ കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി ഇല്ല, ഹെൽത്ത് ഇല്ല. രാത്രി ഇപ്പൊ ഡോക്ടർ അമൃതയിൽ പോയി അഡ്മിറ്റ് ആയിരുന്നു. നമ്മുടെ പാലക്കാട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. കുട്ടിയിൽ 5 മാസമായപ്പോഴാണ് കുട്ടിക്ക് ഫിക്സ് ഇളകിയത്. അതില് കുട്ടിക്ക് ശക്തി കുറഞ്ഞു വന്നിട്ട് കുട്ടി അവര് തനിച്ചാക്കി, എവിടെയും പോയില്ല ഫാമിലി. ഇന്നും ട്രീറ്റ്മെന്റിലാണ് നടക്കുന്നത്. കുടുംബത്തെ തൊട്ടതിന് നന്ദി. അവർക്ക് ഭവനമൊന്നുമില്ല, സ്ഥലം വാങ്ങിയിട്ട് 10 വർഷമായി, ഇനിയും വീട് കെട്ടിയില്ല. സാമ്പത്തികമായിട്ടെല്ലാം ബുദ്ധിമുട്ടാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് കർത്താവ് ഇടപെട്ട പേരാണ് യദുപ്പത്തിൽ. കേട്ടല്ലോ ആ വിഷയം, അവരുടെ ഭാരം കേട്ടല്ലോ. ആ കുഞ്ഞിനെ ഒറ്റയ്ക്ക് കിട്ടി എങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. യേശു അത്ഭുതം ചെയ്യാൻ വേണ്ടി പോവാണ്. സിസ്റ്റർ ഈ ദിവസങ്ങളിൽ ഇനിഷ്യേറ്റീവ് എടുത്ത് പ്രാർത്ഥിച്ചോണം. നിങ്ങളുടെ പ്രാർത്ഥന കുഞ്ഞിനെ സൗഖ്യമാക്കും. ബൈബിൾ പറഞ്ഞതുപോലെ രോഗിയെ വിടുവിക്കും, കുടുംബത്തിൽ സമാധാനം കൊണ്ടുവരും. കർത്താവ് ആലോചനയിലൂടെ ബലം തരും, ശക്തി തരും.
കർത്താവിന്റെ നിയോഗത്തിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റൊരാളുണ്ടെങ്കിൽ സാക്ഷിയുള്ള ഒരു വേഗത്തിൽ പറഞ്ഞോട്ടെ, സമയം ഇച്ചിരി മുന്നോട്ട് ഹലോ പോയേ. ബ്രദർ. പറഞ്ഞു സിസ്റ്ററെ, ഹലോ ബ്രദർ. കേൾക്കുന്നുണ്ട്, ഹലോ ബ്രദർ. ഒരു വിജയ ക്ലിയർ ആയില്ലേ സിസ്റ്ററെ? കേട്ടില്ല. ഒരു വിജയൻ എന്ന് പറഞ്ഞ ഒരു കുടുംബം പറഞ്ഞു ബ്രദർ. അതെ അതെ, വിജയൻ എന്ന് പറഞ്ഞു. വിജയൻ എന്ന് പറയുന്ന ഹലോ. കുടുംബ തൊട്ട് സഹോദരന് അടുത്ത് താമസിക്കുന്ന ആലോചനയുടെ ആ പ്രവചനം. അത് എന്റെ സഹോദരനാണ്. തൊട്ടടുത്ത് മൂത്ത സഹോദരനും താമസിക്കുന്നു. അവര് രണ്ടു കുടുംബക്കാരും തമ്മിൽ പിണക്കമാണ്. ഞാൻ പ്രാർത്ഥിച്ചപ്പോ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കും പാരമ്പര്യ ശക്തി. അതിനെ ആ ഒരു പിതാവിന്റെ പേര് പറഞ്ഞ് മറഞ്ഞിരിക്കും ഒരു ദുഷ്ടശക്തി എന്ന കുടുംബത്തിൽ നിന്ന് വിട്ടുമാറുകയാണ്. എന്റെ അഭിജയന്റെ അച്ഛൻ മരിച്ചുപോയി. ഞാൻ ഈ പറഞ്ഞ രൂപം അച്ഛന്റെ രൂപമായിരുന്നോ? അച്ഛൻ മരിച്ചു പോയായിരുന്നു. നല്ല സിസ്റ്ററെ, ആ വെളിപ്പെട്ട രൂപം ആദ്യം ഈ തെക്കൊക്കെ വെച്ച് വിളക്കൊക്കെ വെച്ച് ഇങ്ങനെ തെക്കത് വെച്ച് ഇങ്ങനെ പൂജകൾ നടത്തിക്കൊണ്ടിരുന്നു നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ്. ആ സ്ഥലത്ത് ഈ സ്ഥലം എന്ന് വെച്ചാൽ കുറെ മുൻപോട്ട് പോണം. ആ സ്ഥലത്താണ് തെക്കത്. ഈ ഞങ്ങൾ താമസിക്കുന്നതിന്റെ അടുത്തല്ല. എത്ര കാലം മുമ്പായിരുന്നു? ഒരു 10-20 വർഷമാവും. 10-20 വർഷം മുമ്പുള്ള, അതായത് ആ വ്യക്തിയല്ല, വ്യക്തിയുടെ പേര് പറഞ്ഞ് കണ്ടൊരു അടയാളമാണ്. ഈ ദിവസങ്ങളിൽ ആ കുടുംബത്തെ കടക്കാൻ നോക്കിയ വിഷയമാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവ വിഷയത്തിന് മേൽ ഇടപെടാൻ വേണ്ടി പോവാണ്. കർത്താവിന്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ പ്രവചന ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ദൈവം നിങ്ങളുടെ ആത്മാവിനെ പല തലത്തിലേക്ക് മൂവ് ചെയ്യും. കർത്താവ് നിങ്ങളെ കൊണ്ടുപോകും. പല കാഴ്ചകൾ എവിടെയാണോ കുടുംബം തടസ്സപ്പെട്ടു കിടക്കുന്നത് ആ വിഷയത്തെ തൊടുവാൻ കർത്താവ് ഉപയോഗിക്കും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ തൽക്കാലം നമ്മുടെ സാക്ഷ്യങ്ങളെ ഒന്ന് വിഷമത്തോടെ സ്റ്റോപ്പ് ചെയ്യുവാണ്. കാര്യം സാക്ഷ്യങ്ങൾ ഒത്തിരി ഉണ്ട്, എങ്കിലും സമയം നമുക്ക് ഒത്തിരി മുന്നോട്ട് വരുന്നെങ്കിലും അത് നഷ്ടമല്ല. വചനം കുറച്ചും കൂടെ പഠിക്കുവാനും ധ്യാനിക്കുവാനും സ്വർഗം നമ്മളെ ഇടയാക്കി നമുക്ക് പിന്നെ മുന്നോട്ട് പോകാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്യുക. നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന വചനത്താൽ പ്രാർത്ഥിക്കാം. ഈ അത്ഭുതകരമായ സാക്ഷ്യങ്ങളും പ്രവചനാലോചന നിവൃത്തികളും കേൾക്കുന്നവർ നിങ്ങളുടെ ജീവിതത്തിൽ സകല ബന്ധനങ്ങളെയും കർത്താവ് അഴിക്കും. അത്ഭുത സാക്ഷ്യമായി നിങ്ങൾ മാറും. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ കൈയെടുത്ത് വെച്ചു. നിങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാകും, അത്ഭുതങ്ങൾ നടക്കും, തകർന്ന അവസ്ഥകൾ മാറും. യേശു ജീവിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ